അങ്ങനെ അങ്ങ് പറഞ്ഞാലോ. അല്ല നിസാർ അവര് ചോദിക്കുന്നത് ഒന്ന് സാമിയാണ്. നിങ്ങൾ ഞാൻ വ്യക്തമാക്കാം. സാമി രണ്ട് ചോദ്യങ്ങളാണ് നിസാർ ബ്രോയുടെ അടുത്ത് വന്നിട്ട് ഏറെയുള്ള ചോദ്യങ്ങളാണ്. ഒന്ന് സാമി ചോദിച്ചത് പിന്നെ ഈ സ്വതന്ത്രരായവരെ അടിമകളാക്കരുത് എന്ന് ഖുറാനിലുണ്ടെന്നുള്ള തെളിവ് സാമിക്ക് കൊടുക്കണം. രണ്ടാമത് ഞാൻ ചോദിച്ചത് ഇസ്ലാമിൽ വലങ്കൈ ഉടമപ്പെടുത്തിയ വ്യക്തിയും മറ്റൊരു അടിമയും നിങ്ങളുടെ ഡെഫിനിഷനിലുള്ള അന്ന് സാമൂഹിക സാഹചര്യത്തിൽ ഖുറാൻ പറഞ്ഞ അടിമ, അതായത് അടിമയ്ക്ക് അടിമ എന്ന് പറഞ്ഞ അടിമ, ആ അടിമയും ഈ യുദ്ധത്തിൽ പിടിച്ച അടിമയും അല്ലെങ്കിൽ അടിമയിൽ നിങ്ങൾ വലങ്കൈ ഉടമപ്പെടുത്തിയ വ്യക്തിയും തമ്മിലുള്ള ഫണ്ടമെന്റൽ അധികാരി പിടിച്ച് ഓടാന്ന് വിചാരിക്കില്ല. ഏത് റൂമിൽ പോകുമ്പോൾ ബിറ്റ് മാറ്റണം. നിങ്ങളുടെ റൂമുകളിൽ നിങ്ങൾ ഈ ബിറ്റ് കയറ്റിട്ടാണ് അല്ലല്ല ഈ ബിറ്റ് കയറ്റിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ തെറ്റിദ്ധരിക്കുന്നത്. ബിറ്റ് മാറിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഞാനിപ്പോ എന്താന്ന് പറഞ്ഞാല് കഴുതയും അമലായ കഴുതയും തമ്മിൽ എന്താ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ഞാൻ ചോദിച്ചോണ്ടിരുന്നാൽ എങ്ങനെ കാര്യം? കഴുതയും അമലും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് എനിക്ക് ചോദിക്കാം. കഴുതയും അമലായ കഴുതയും തമ്മിൽ ഈ കഴുത എന്ന് പറയുന്ന സാധനം ഞാൻ എന്തിനാ നടുവിൽ കയറ്റുന്നത്? ഞാൻ എന്തിനാണ് നടുവിൽ കയറ്റുന്നത്? അവിടെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ നിങ്ങൾ വിശുദ്ധ ഖുർആൻ നിങ്ങൾ കൊണ്ടുവരേണ്ട സാധനം എന്താണ്? അതായത് യുദ്ധ തടവുകാരെ അടിമ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ വലങ്കൈ ഉടമപ്പെടുത്തിയവരെന്നാ പറഞ്ഞത്. അത് നിങ്ങൾ പറയുന്ന അടിമയല്ല. റിപ്പീറ്റ് ചെയ്യണമല്ലോ. കാരണം നിങ്ങൾ നിങ്ങൾക്ക് അല്ലല്ല അമലെ നിങ്ങൾക്ക് തന്ന സമയത്ത് നിങ്ങൾ ഈ സാധനം പറയുമ്പോൾ നിങ്ങൾ ഈ സാധനം ഈ വിറ്റ് കയറ്റുന്നത് കഷ്ണം കയറ്റുന്നതിനകത്ത് ഒരു സെക്കൻഡ് ഇവിടെ അല്ലല്ല സപ്പോർട്ടർ ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടർ അപ്പൊ നമ്മൾ ചർച്ച വേണ്ടെന്നാണ് പറയുന്നത്. അതിന് മറുപടി പറയാൻ പറ്റാതെ ആളെടുക്കുന്നതിന് മുമ്പ് എന്താണ് ചർച്ച എന്ന് പറഞ്ഞോട്ടെ. അതായത് രണ്ട് ചോദ്യങ്ങളാണ് ഏറുള്ളത്. ഒന്ന്, സ്വതന്ത്രമായ വ്യക്തിയെ അടിമയാക്കരുത് ഖുറാനിലുണ്ട്, അതിന് തെളിവ് എന്താണെന്ന് സാമി ചോദിച്ചു. സാമി താഴിട്ടു. അതെ താഴിട്ടെ അത് ഇടയിൽ ഇടപെടുന്നോട്ട് നിങ്ങളെ ആളെടുക്ക അമലെ ആളെടുക്ക. നിങ്ങൾ വിഷയം സംസാരിച്ചോ? കൂടെ സംസാരിക്കാൻ നിങ്ങൾക്ക് കൂട്ടിന് നിങ്ങൾക്ക് ഇടയിൽ സപ്പോർട്ടിന് ആളിൽ നിങ്ങൾക്ക് പറ്റൂലേ? നിങ്ങളല്ലേ സപ്പോർട്ടർ ഞാൻ സപ്പോർട്ടർ നിങ്ങളോട് നേരെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഇടപെടൂല. അത് സാമിന്റെ കാര്യം അമല് സംസാരിക്കുന്നത്. അമലിന്റെ കാര്യം അമല് സംസാരിക്കും. സാമിനെ ഞാൻ എടുക്കാം. അമലിന്റെ കാര്യം സംസാരിക്കും. അമലിന്റെ കാര്യം സംസാരിക്കും. അമല് പറഞ്ഞ വിഷയത്തിലേക്ക് ആള് വന്നിട്ടുണ്ട് സംസാരിക്കും. ആര് വേണം? നീയല്ലേ ബിറ്റ് കയറ്റിയിട്ട് അതിന് സപ്പോർട്ടായിട്ട് ആള് വന്നിട്ട് ഞാൻ നേരത്തെ നേരെ നിങ്ങളോട് സംസാരിക്കാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ സംസാരിക്കും. സംസാരിച്ചോ? നേരത്തെ നേരെ സംസാരിക്കാം. നിങ്ങൾക്ക് സംശയമാണ് തീരേണ്ടത്. അമൽ സംശയം തീർക്കാനാണ് വന്നത്. സംശയം തീർക്കാനാണോ വന്നത്? അമൽ സംശയം തീർക്കാനാണോ? ഇങ്ങനൊന്നും പോണ്ട. എന്നോട് അനാവശ്യമായി കൊടക്കരുത്. പിന്നെ എന്നെ താഴെ തലോടി. അതുകൊണ്ട് ഒരു വാണിംഗ് ആണ്. തലോടി ഒരു സെക്കൻഡ് ഇവിടെ അമലിന് ചോദിക്കാം. ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഞാളെ കൊണക്കാൻ നിൽക്കട്ടെ. നിസാർ ബ്രോ കഴുതെന്നൊക്കെ പറയുന്നത്. പറഞ്ഞില്ലേ അവിടെ ഈ ഉപയോഗിച്ചില്ല. പിന്നെ നീ എന്താ യുദ്ധ തടവുകാരായ അടിമാന്ന് നീ ഇടയിലിടയിൽ സ്ഥിരം നമ്പറാണ്. ഇവരുടെ സ്ഥിരം നമ്പറാണ് ഇത്. റൂമുകളിലെ സ്ഥിരം നമ്പറാണ്. അതായത് ബിറ്റ് കയറ്റിയിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇവരുടെ സ്ഥിരം നമ്പറാണ്. മൈക്ക് താഴെ വെക്കൂല. കാരണം നമ്മൾ സംസാരിക്കും. സാമിന്റെ കാര്യം പറയണ്ട. അമലിന്റെ കാര്യം അമല് പറയാം. സാമിന്റെ ചോദ്യമാണെന്ന് അമല് ചോദിച്ചോ? പ്രശ്നമില്ല. ഒരു മിനിറ്റ്. അതെ അമലിനുള്ള ചോദ്യത്തിന് ഒരു ചോദ്യം ഇപ്പൊ അമലിന് പറയാനുള്ള അമല് പറയട്ടെ. വെയിറ്റ് അമല് പറ.
ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഇയാൾ മൈക്ക് താഴെ വെക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്വതന്ത്രരായ വ്യക്തികളെ പിടിച്ച് അടിമകളാക്കരുത് എന്ന് ഖുറാനിലുണ്ട് എന്ന് നിസാർ പറഞ്ഞു. അതിന് തെളിവ് വെച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലൊരു 100 ഹദീസുണ്ട് സ്വതന്ത്രമായിട്ടുള്ള വ്യക്തികളെ തന്നെ പിടിച്ച് അടിമകളാക്കുക. അത് പോട്ടെ, അത് സെക്കൻഡറി ചർച്ചയാണ്. രണ്ടാമത് നിസാർ പറഞ്ഞത് അടിമത്വം എന്നൊരു വാക്കേ ഖുറാനിൽ ഇല്ലെന്ന് പറഞ്ഞു. അത് പണിയാൻ പറഞ്ഞു. ഇന്നൊരു ആയത്തും ഞാൻ ആയത്ത് പണിന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അടിമ എന്നുള്ള വാക്കുകൊണ്ട് നിസാർ പറഞ്ഞു അത് സാമൂഹിക സാഹചര്യത്തിൽ അന്ന് അടിമത്വം ഉണ്ടായിരുന്നു, അവരെ അഡ്രസ് ചെയ്തിട്ടാണ് ഖുറാൻ പറയുന്നത്. അപ്പോൾ അത് ക്ലാരിഫൈഡ് ആയി. നിസാർ പറഞ്ഞത് തെറ്റാണ്, ഖുറാനിൽ അടിമ എന്നുള്ള പ്രയോഗമുണ്ട്. പിന്നെ ചോദിച്ചത് ഈ നിസാർ പറയുന്ന വലങ്കൈ ഉടമപ്പെടുത്തിയ വ്യക്തി, അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പം മാനിഫ സാറ ഗോത്രം കൊള്ളയടിച്ചിട്ട് സലാമയ്ക്ക് ഗിഫ്റ്റായിട്ട് ഇടുന്ന പെണ്ണിനെ മുഹമ്മദ് പുറകെ നടന്ന് ചോദിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നൊരു ഹദീസുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസുകളിലുള്ള വ്യക്തികൾ, അപ്പം ഈ വ്യക്തികളും ഈ നിസാർ പറഞ്ഞ ഈ വലങ്കൈ ഉടമപ്പെടുത്തി എന്ന് പറയുന്ന വ്യക്തികളും ഈ സാമൂഹിക സാഹചര്യത്തിൽ നിലനിന്ന അടിമയും തമ്മിലുള്ള ഫണ്ടമെന്റലി അവരുടെ അവകാശങ്ങളിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. ഇതിപ്പം ഒരു അരമണിക്കൂർ നിസാർ ബ്രോ കയറ് വിട്ടിട്ട് എന്നെ കഴുതി എന്നൊക്കെ വിളിച്ചല്ലാതെ നിസാർ ബ്രോയ്ക്ക് ചോദ്യം അഡ്രസ് ചെയ്യാനോ അതിന് കൺവിൻസിംഗ് ആയിട്ടൊരു മറുപടിയും ആ മറുപടിക്കുള്ള റെഫറൻസ് വയ്ക്കാനോ പറ്റിയിട്ടില്ല. ഇതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് ഇത് സ്വതന്ത്രമായൊരു വ്യക്തിയെ അടിമയാക്കരുത് എന്ന് ഖുറാനിലുണ്ട്. രണ്ടാമത് ഇനി ഒന്ന് മൈക്ക് മ്യൂട്ടേ. നിങ്ങൾ ഈ നമ്മള് കയറോട്ടിക്ക് അറിയാം, അത് നിങ്ങൾ കഴുതെന്ന് വിളിച്ചതല്ല. ഈ കഴുതാന്ന് പറയുന്ന സാധനം നടുവിൽ കയറ്റി അങ്ങനെ ഉണ്ടാവും വെച്ചു. ഇപ്പൊ നിങ്ങൾക്ക് പൊള്ളിയില്ലേ? നിങ്ങൾക്കിപ്പോൾ പൊള്ളിയില്ലേ? അതേപോലെ നിങ്ങളോട് 4 പ്രാവശ്യം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. എന്താ, ഞാൻ ഇവിടെ വരുമ്പം ഈ റൂമിൽ നിങ്ങളിപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഖുർആനിൽ അടിമ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതല്ല, ആ അടിമ ഉണ്ടോ ഇല്ലോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ വരുമ്പോൾ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തടവുകാരെ കുറിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അടിമ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, എന്നാൽ അടിമ എന്ന് പറയുന്നത് ഉണ്ട് എന്നും കൂടി ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ഈ ഭാഗത്തേക്ക് ചേർത്ത് വെക്കുന്നത്, ആ ഭാഗത്തേക്ക് ചേർത്ത് വെക്കാത്ത എന്താ? ഈ ഒരു ഭാഗത്തേക്ക് മാത്രം നിങ്ങൾ അടിമ എന്ന് പറയുന്ന സാധനം ചേർത്ത് വെക്കുന്നത്, ആ ഭാഗത്തേക്ക് കൂടി ചേർത്ത് വെക്കാമല്ലോ. അപ്പൊ അവിടെ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ യുദ്ധ തടവുകാരെ കുറിച്ച്. നിങ്ങൾ എന്നിട്ട് ഇതിനെ വീണ്ടും അതിനെ കൊളത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നത് യുദ്ധ തടവുകാരായ അടിമകൾ എന്ന് പറഞ്ഞൊരു സാധനം വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് തന്നെ ഇപ്പം പറയുന്നത്. അങ്ങനത്തെ ഒരു അടിമ ഇല്ല. ആരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്ക്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ പോണ്ട. ദിലീപ് മൈക്ക് എടുത്തോ. ദിലീപ്, അത് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യും. ഇല്ല സംസാരിച്ചിരിക്കുകയാണ്. ഇല്ലല്ല, ജസ്റ്റ് ചുമ്മാ ഷോർട്ടായിട്ട് പറയാം. അപ്പം സ്വതന്ത്രനെ പിടിച്ച് അടിമാക്കരുന്നുള്ളത് ഉണ്ടല്ലോ ബുഖാരിയിൽ 227 അടിമാക്കാൻ. പണിയാ ക്ലിയർ ആയില്ലേ? സാമി തായിട്ടു, സാമി എന്തിനാ തായിട്ട് ക്ലിയർ ആയില്ലോ? നമുക്ക് ഇസ്ലാമിലുണ്ടോന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഇസ്ലാമിൽ അത് അതായത് ഖുർആൻ എന്നുള്ള ഇസ്ലാം എന്നുള്ള അർത്ഥത്തിലായിരിക്കും പറഞ്ഞത്. ഓക്കെ, ഇസ്ലാമിന്റെ നിയമമാണല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇസ്ലാം നിയമമാണ്. ഇസ്ലാമില് തീർച്ചയായിട്ടും ഒരു സ്വതന്ത്രനെ പിടിച്ച് 227. ഓക്കെ, അപ്പം സ്വതന്ത്രനെ ഒരിക്കലും അടിമ, ഈ അടിമ എന്ന് പറഞ്ഞത് പണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ആയിരുന്നു. ഇസ്ലാമിന് മുമ്പും ഇസ്ലാമിന് ശേഷവും ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് ഈ കടത്തിന് വാങ്ങിച്ചത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബലഹീനരായ ആൾക്കാരെ പിടിച്ചൊക്കെ അടിമ, സ്ലേവ് ട്രേഡ്, ട്രാൻസ് അറ്റ്ലാന്റിക് ട്രേഡ് എന്നൊക്കെ പറയുന്ന ഈ കറുത്ത വർഗ്ഗക്കാരെ അവിടെ എല്ലാം പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ആ ട്രേഡിംഗ് ആണ് സാധാരണ നമ്മൾ സ്ലേവ് എന്ന് പൊതുവെ പറഞ്ഞു വരുന്നത്. അത് ഇസ്ലാം അന്നേ നിരോധിച്ചു, അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അന്ന് ഉണ്ടായിരുന്നു, അന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ അർത്ഥത്തിൽ അടിമത്തത്തെ അന്ന് ഇസ്ലാം അന്ന് തന്നെ നിരോധിച്ചിരുന്നു. ഒറ്റ ലൈനിൽ അത് തീർന്നു. ഇനി യുദ്ധം നടക്കുമ്പോൾ പിടിക്കുന്ന കുറച്ച് പേർക്ക് കൊല്ലപ്പെടും, കുറച്ച് പേര് ഈ സൈഡിൽ കൊല്ലപ്പെടും, ആ സൈഡ് കൊല്ലപ്പെടും. ഒക്കെ അത് കഴിഞ്ഞിട്ട് ജയിക്കുന്ന ആൾക്കാരടുത്ത് അവിടെ യുദ്ധത്തിന് വന്ന ആൾക്കാർ പിടിപെടും. അത് അന്നത്തെ നിയമം അനുസരിച്ച് ജയിലില്ലാത്തതുകൊണ്ട് അവർ പിടിച്ച് ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റത്തില്ല, തിരിച്ചു വിടാനും പറ്റത്തില്ല. തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അവർ തിരിച്ചു വന്ന് പിന്നെയും നമുക്കെതിരെ യുദ്ധം ചെയ്യും. അത് ബുദ്ധിയല്ല, നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ എതിരായിട്ട്, നമ്മുടെ ജനങ്ങൾക്ക് തന്നെ എതിരായിട്ട് ചെയ്യുന്നതിനൊരു കാരണമാവും. അതുകൊണ്ട് തിരിച്ചു വിടാനും പറ്റാത്തതുകൊണ്ട്, ജയിലും ഇല്ലാത്തതുകൊണ്ട്, ഗവൺമെന്റ് ചെലവിൽ ടാക്സ് ഒക്കെ വാങ്ങിച്ച് അങ്ങനെ സിസ്റ്റം ഒന്നും ഇല്ല, പൂട്ടിയിട്ട് അവർക്ക് 3 നേരം ആഹാരം കൊടുക്കുക, അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അവർക്ക് ശമ്പളമോ അങ്ങനെ ഇന്നത്തെ പോലെ പെർമനന്റ് പെൻഷനും വൺ റാങ്ക് വൺ പെൻഷനോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവിടുത്തെ ആഹാരം യൂണിഫോം എല്ലാം കൊടുത്ത് അങ്ങനെയൊന്നുമില്ല. അവർ സ്വന്തം എഫേർട്ട് എടുത്ത് അവർക്ക് കുതിരയോ അല്ലെങ്കിൽ പടയാളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ റെഡിയാക്കി അവരെപ്പോഴും വെച്ചേക്കും. അതിൽ യുദ്ധത്തിൽ ജയിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഗനിമത്ത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. കിട്ടുന്ന അടിമകളെന്ന് പറയത്തില്ല ഇസ്ലാം, അത് വലം കൈ ഉടമപ്പെടുത്തിയവർ എന്ന് പറഞ്ഞു. അടിമ എന്ന് ലോകം മൊത്തം എന്ന് പറയുമ്പോഴും ഇവരെ വലം കൈ ഉടമപ്പെടുത്തിയവർ എന്ന് പറഞ്ഞിട്ട് മറ്റു സ്ഥലത്ത് ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു അവര് നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്. അള്ളാഹുവിന്റെ ഒരു സെറ്റപ്പിൽ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ആൾക്കാരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവർ അടിമ എന്നുള്ള കൺസെപ്റ്റിലല്ല കാണുന്നത്. നമ്മൾ അടിമ എന്ന് പറയുമ്പോൾ അന്നത്തെ ആൾക്കാർ അടിമയെ കണ്ടിരുന്നത് ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ അവനെ ചവിട്ടാം, കൊല്ലാം, അങ്ങനെല്ലാം ചെയ്യുന്ന ആൾക്കാരെയാണ് അടിമ എന്ന് പറഞ്ഞിരുന്നത്. ഇസ്ലാം അത് അങ്ങനെയല്ല അവരെ കണ്ടിരുന്നത്. നിങ്ങളുടെ സ്വന്തം സഹോദരനാണ്,
നിങ്ങൾ ഒരു സിസ്റ്റം വേറെ വഴിയില്ല, തിരിച്ചു വിടാൻ പറ്റത്തില്ല. നിങ്ങൾ സഹോദരനാണ്, അതുകൊണ്ടാണ് നിങ്ങൾ കഴിക്കുന്ന ആഹാരം കൊടുക്കുക, നിങ്ങൾ കഴിക്കുന്ന വസ്ത്രം അവർക്ക് കൊടുക്കുക, ഈക്വലായിട്ട് നോക്കുക, എന്തെങ്കിലും അവനെ അടിക്കുകയോ കൊല്ലോ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ രീതിയിൽ അവരാക്കിയിട്ട് നിങ്ങൾ അവരെ നല്ലപോലെ കറക്റ്റായിട്ട് നോക്കിക്കൊള്ളണം. അവർ ആഹാരം സ്വാതന്ത്ര്യം ഇല്ലെന്നേ ഉള്ളൂ. 3 നേരം ആഹാരം കൊടുത്ത് അവർക്കുള്ള ജോലി മേടിച്ചോളും. പിന്നെ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് വെച്ചാൽ കൊടുക്കുക, കോൺട്രാക്റ്റിൽ ലേബറിൽ അവർക്ക് പോയി കോൺട്രാക്ട് ലേബർ ചെയ്യാം. അതിന്റെ ശമ്പളത്തിന്റെ ഒരു വിഹിതം ഞാൻ യജമാനന് കൊടുത്തോളാം എന്നുള്ള ആ കോൺട്രാക്റ്റിൽ അവർക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഓപ്പൺ ജയിൽ സിസ്റ്റത്തിനകത്ത് ഒരു ജയിൽ ഇന്ന് നമുക്ക് ഒരു കുറ്റം ചെയ്തവരോ അല്ലെങ്കിൽ യുദ്ധത്തടവുകാരെ കിട്ടി നമ്മൾ ജയിലിൽ ഇടുന്നതിന് പകരം അത് ഒരാളിനെ ഏൽപ്പിച്ചു, ഗവൺമെന്റ് എടുക്കുന്നതിന് പകരം ആ പങ്കെടുത്ത പടയാളിയുടെ കയ്യിൽ തന്നെ അവരെ ഏൽപ്പിച്ചു. എന്നിട്ട് എത്ര മാന്യമായിട്ട് നോക്കണോ അത്രയും നല്ല നോക്കി. ഇന്ന് ഏത് ജയിലിൽ നോക്കുന്നതിനെക്കാട്ടി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ നോക്കണമെന്ന് ഇസ്ലാം പറഞ്ഞത്. മാനവികത ഇതിനപ്പുറം ഒരു മാനവികത നമുക്ക് പറയാൻ പറ്റില്ല. ഈ എല്ലാ ഇഷ്യൂവും അതിനകത്ത് ആൻസർ ചെയ്യാം. പിടിച്ച ബന്ദികളെ തിരിച്ചുവിടാൻ പറ്റത്തില്ല, അവരെ എവിടെയെങ്കിലും ഒരിടത്ത് ഹൗസ് ചെയ്യണം, അവരെ നല്ല രീതിയിൽ ഹൗസ് ചെയ്യണം. ഇതെല്ലാം എല്ലാത്തിനും സൊല്യൂഷൻ ആയിട്ടാണ് ആ ബലം. അവർ പേരും അടിമയൊന്നും കൊടുത്തിട്ടില്ല, ബലം കൈ ഉടമപ്പെടുത്തിയെന്ന് പറഞ്ഞ ആ പേരും മാറ്റി. അങ്ങനെയാണ് ഒറ്റ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കുറെ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഓടിച്ചിട്ട് പ്രവാചനം പറയുമ്പോ ഈ റൂമിൽ പ്രവാചനം അധിക്ഷേപിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നതിലും ഇഷ്ടമല്ല. മാന്യമായിട്ട് ചോദിച്ചാൽ പറയാം. ഞാൻ പറയാം ആൻസർ പറയാം. അതുകൊണ്ട് ഞാൻ ഫുള്ള് പറയും. ഒരു കുത്ത് പറഞ്ഞാലും ഞാൻ അത് വലുതാക്കി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ നിർത്തത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് പ്രവാചനം അധിക്ഷേപിക്കുന്നത് നമ്മൾ പല രീതിയിലും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാൻ വരാത്തത്. അങ്ങനെ ചെയ്യാതിരുന്നാൽ നമ്മൾ ചർച്ചയ്ക്ക് എപ്പോഴും തയ്യാറാണ്. പല രീതിയിലും വളരെ മോശമായിട്ട് ചെയ്യുന്നു എന്ന് പലരും കംപ്ലൈന്റ് പറയുന്നത് നമ്മൾ നേരിട്ട് ചർച്ചയ്ക്ക് വരാൻ അവരതിന് അത് ഒഴിവാക്കുക. പ്രവചനം അധിക്ഷേപിക്കാതിരുന്നാൽ മാത്രമാണ് നമുക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു ചോയ്സ് കിട്ടത്തുള്ളൂ. ഇപ്പോഴും ഓടിച്ചിട്ട് അവനെ മേടിച്ചു പറഞ്ഞാൽ തെറ്റാണത്, കള്ളമാണത്, ഞാൻ തെളിയിക്കാതെ. ഓക്കെ, അപ്പം ആ ഒരു സിസ്റ്റത്തിലാണ് ഈ വലം കൈ ഉടമപ്പെടുത്തിയവരെ ആൾക്കാരെ ഏൽപ്പിച്ചിരുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ സൊല്യൂഷൻ. ഇന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഇന്നില്ല. ജയിലുണ്ട്, ഒന്നുമില്ല. നാളെ ഒരു കാലത്ത് ഈ ജയിലിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ ഇന്ന് ജയിലിലൊക്കെ ഒരു കണക്കുണ്ട്. ഇന്ന് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പോലെ ആൾക്കാരെ കൊല്ലുന്ന ഒരു സിസ്റ്റമാണ്. ഇനി അതൊന്നും ഇല്ലാതെ പഴയ പോലെയുള്ള സാറെ യുദ്ധത്തിൽ ആൾക്കാരെ പിടിച്ചു നിർത്തുകയാണെങ്കിലും അതിനും ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഇസ്ലാം പറഞ്ഞു തന്നെയാണ്. അപ്പൊ ഇതാണ് അടിമത്തിനെ കുറിച്ച്. അടിമത്തം എന്ന് പറയരുത്, അത് സ്വതന്ത്രനെ പിടിച്ചു വെക്കുന്നതിനാണ് അടിമ. ആ അടിമയ്ക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ ചവിട്ടിയും കൊല്ലും ഗ്ലാഡിയേറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്ത് അവന് മൃഗങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ക്രൂര വിനോദങ്ങളും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അടിമകൾ. അതല്ല ഇസ്ലാമിന്റെ കൺസെപ്റ്റ്, ടോട്ടലി വ്യത്യാസമാണ്. അത് ഒരു തീർന്നില്ല 15 മിനിറ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്താൽ പറ്റും. വെയിറ്റ് ചെയ്താൽ പറ്റും. എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഇല്ല സമയം എടുക്കും. ഇതോടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ പോവുകയും ചെയ്തു. ഒറ്റ മിനിറ്റ് കേൾക്കാൻ വേണമെങ്കിൽ കുറച്ചുകൂടെ കേട്ടോ. അത് വളരെ മോശമാണ്. എനിക്കും നിങ്ങളോട് ചോദ്യം. ഇടപെട്ട് കഴിഞ്ഞാൽ ഡിസ്കഷൻ മാറുന്നില്ല. ഇടപെട്ട് കഴിഞ്ഞാൽ ഡിസ്കഷൻ വഴി തിരിഞ്ഞ് പോകും. നിങ്ങൾ ഇടപെട്ടത് കേൾക്കുക. അപ്പം പറയണമല്ലോ, ഇത്രയും ചോദ്യം ചോദിച്ചില്ല, എത്ര വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. ഇല്ലല്ല 4 ചോദ്യം ചോദിച്ചു. 4 ചോദ്യം ചോദിച്ചു. എനിക്ക് ഓർമ്മ ചോദിക്കുന്നത് 1 മിനിറ്റിൽ ചോദിക്കാം, ഉത്തരം 1 മിനിറ്റിലും 3 മിനിറ്റിലൊന്നും പറയാൻ പറ്റില്ല. ആ സിസ്റ്റത്തിലാണെങ്കിൽ ക്വസ്റ്റ്യൻ എടുത്താൽ മതി. കുറച്ച് ഇമോഷണൽ തന്നെയാണ്. ഈ രീതിയിൽ പറയുമ്പോൾ ഇസ്ലാമിനെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഇമോഷണൽ തന്നെയാണ്. അതിൽ യാതൊരു തലോടടുത്തും നിസാറോടത്തും പറയണം, നിങ്ങൾ ക്വസ്റ്റ്യൻ എന്റർടൈൻ ചെയ്യുകയാണെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുക, ആൻസർ പറയാൻ നമ്മുടെ സമയം എടുക്കും. ആ ഒരു അഗ്രിമെന്റിൽ മാത്രം ക്വസ്റ്റ്യൻ എടുത്താൽ അല്ല ആളിനെ കേട്ടണ്ട. അത്ര നിർബന്ധമൊന്നുമില്ല. അവർ വന്ന് നമ്മളെ തലയിൽ കയറി നമ്മളെ മോഡറേറ്റ് ചെയ്ത് അവർ പറയുന്നുണ്ടെങ്കിൽ നിർത്തി അവർ തോന്നിവാസം പറയും പ്രവാചകൻ അത് കേട്ടോ നമ്മളിരിക്കണം. പിന്നെ അത് ഇവിടെ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ആ ഇതിൽ ഞാൻ ഇരിക്കത്തുമില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ ആ സമയം കേട്ട മാത്രം ചോദ്യം ചോദിച്ചാൽ മതി. അല്ലെ അതിനുള്ള ആൾക്കാരെ കേട്ടണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ, കേൾക്കുക. അപ്പം ഇതാണ് മൊത്തത്തിലുള്ള ഇസ്ലാമിന്റെ ആ ബന്ദികൾ, ആ യുദ്ധത്തിൽ പിടിക്കുന്ന ബന്ദികളുടെ സിസ്റ്റം. ഒന്ന്. രണ്ടാമത് പ്രവാചകനെ കുറിച്ച് ഒരു മോശമായ കമന്റ് പറഞ്ഞു, യുദ്ധത്തിൽ ഒരു വടിയുടെ പുറകെ പോയെന്നുള്ളത്. അതെല്ലാം വെറും മോശമാണ്. പറഞ്ഞ് തരയ്ക്കാത്തത് കയറി നിൽക്കുന്നുണ്ടാണ്. അതല്ലത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ആ സഫിയ ബീവിയെ കുറിച്ചാണ് പറയുന്നത്. അത് ഓൾറെഡി പിന്നെ ആരെ കുറിച്ച് പറഞ്ഞാന്ന് പറയാം. ആരെയും പറ്റി എങ്ങനെ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇപ്പം ഈ ഞാൻ ചോദിച്ചതിന് ഇതൊരു മറുപടി പറഞ്ഞിട്ടില്ല. ദിലീപായി 15 മിനിറ്റ് പറയണം എന്തൊക്കെയോ പറയുകയാണ്. ഞാൻ ചോദിച്ചെന്താണ്, ദിലീപായി പറഞ്ഞെന്താണ് അത് ഏതാണ് സംഭവം പറയും. ഇതിൽ പിന്നെ വരാം. ആ ചോദ്യം അത് ആരാന്ന് മാത്രം പറയൂ, ഏത് സംഭവം എന്ന് പറയൂ. അതൊരു ഹദീസാണ്. അത് ബാനു ഫസാറ ഗോത്രം ആക്രമിച്ച ഹദീസാണ്.
അവിടെ പറഞ്ഞ സലാമയ്ക്ക് കിട്ടിയ പെൺകുട്ടിയെ മുഹമ്മദ് പിന്നാലെ പോയി ചോദിച്ചു, 3 പ്രാവശ്യം ചോദിച്ചു, മേടിച്ചോണ്ട് പോയി റാൻസം ആയിട്ട് കൊടുത്ത് സഹാബികളെ മോചിപ്പിച്ചതാണ് ഹദീസ്. അപ്പൊ അതാണ് അതിന് ഞാൻ എന്താ പ്രവാചകനെ പറ്റി മോശമായിട്ടാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലായെന്ന് പറഞ്ഞാൽ നിർത്തുക. ഓക്കെ, മനസ്സിലായി. ഞാൻ അത് വേറെ ഇൻസിഡന്റ് ആണ് നിർത്തുക. ഓക്കെ, അതിനകത്ത് എന്താന്ന് വെച്ചാല് അതിനകത്ത് എന്താണ് പോയിന്റ് എന്ന് മനസ്സിലായില്ല. ഈ പറഞ്ഞു വരുമ്പോ തെറ്റിദ്ധാരണകൾ നോക്കുക. അമ്പൽ പറഞ്ഞ എത്രത്തോളം ആ ക്രിമിനൽ മൈൻഡ് ആ തലയ്ക്കകത്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പൊതുവെ കേൾക്കുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും, ഒരു മുഹമ്മദ് നബിക്ക് വേണ്ടി ആ മടിമയെ വാങ്ങിച്ചു എന്നാണ് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നത്. കേൾക്കുന്നവർക്കെല്ലാം ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുത്ത് എന്താന്ന് വെച്ചാല് മുഹമ്മദ് നബി പിന്നാലെ പോയി 3 അടിമയ്ക്ക് പകരം ആ സ്ത്രീയെ മേടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആർക്കാലും തോന്നിപ്പോ താഴെയാക്കി ഞാൻ പറയട്ടെ, താഴെയാക്കി പറഞ്ഞിട്ട് കയറ്റിയാൽ മതി. അതിൽ പ്രവാചകനെ അധിക്ഷേപിക്കുന്നതിനകത്ത് യാതൊരു ഇതുമില്ല, വിട്ടുവീഴ്ചയില്ല അതിനകത്ത്. കള്ളത്തരാണ് പറയുന്നത്. കള്ളം പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് എഴുതി കാണിച്ചിരിക്കും. ഏത് ഇതാണെങ്കിലും നമ്മൾ കാണിച്ചിരിക്കും. ഇനി ഇടപെടരുത്. നിങ്ങൾക്ക് പറയാൻ ഒന്ന് മറുപടി പറയാൻ ആൻസർ പറയാതെ ഒരാളും വേണ്ടി പോരുത്. ആൻസർ എല്ലാവരും ആരും വേണ്ടിയാലും അതങ്ങനെ തന്നെ തോന്നിവാസം പറയാനുള്ള റൂമല്ലേ, തോന്നിവാസം പറയാനുള്ള റൂമല്ലേ ഇത്. പ്രവാചകനെ കുറിച്ച് ആർക്ക് എന്തും പറയാവുന്ന റൂമല്ല ഇത്. എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി കേട്ടിട്ടേ നിങ്ങൾക്ക് വാ തുറന്നാൽ മതി. അല്ലാതെ എന്തും പറയും. നിങ്ങളുടെ റൂമിൽ നിങ്ങൾ തോന്നിവാസം പറയും, ഇവിടെ വന്ന് തോന്നിവാസം പറയും. അതാണ് ഫാസിസം. വൃത്തികെട്ടന്മാർ പറഞ്ഞോ, കേട്ടോ. അപ്പൊ എത്രത്തോളം വൃത്തികെട്ടന്മാരാന്നുള്ളത് കേട്ടോ. ആ സംഭവം എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് തോന്നിയില്ലേ അവർ പറയുന്നത്? അതായത് പ്രവാചകന് വേണ്ടി ചോദിച്ച കണക്കാണ് പുറകെ നടന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞത്. അതിനല്ല, അത് അടിമ കൈമാറ്റ സിസ്റ്റം എന്നുള്ളത് അന്നും ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു അടിമ അങ്ങോട്ട് കൊടുത്ത് തിരിച്ചിങ്ങോട്ട് എടുക്കുക എന്നുള്ളത്. അടിമ എന്ന് പറഞ്ഞാൽ ഈ ഇത് പിടിക്കുന്ന ബന്ദികളെ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം വാല്യൂവും അവര് ആ സമയത്തുള്ള ആൾക്കാർ വെച്ച വാല്യൂ ആണ്. ബ്ലാക്ക് സ്ലേവിന് ഒരു വാല്യൂ അവർ വെച്ചിരുന്നത്. മാർക്കറ്റാണ്, നമ്മളല്ല തീരുമാനിക്കുന്നത്, പ്രവാചകനല്ല തീരുമാനിക്കുന്നത്. അന്നത്തെ അവിടുത്തെ സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. ഒരു ബ്ലാക്കിന് എത്ര വൈറ്റ് എന്നത് അവർ വെച്ചതാണ്. അല്ല അതും ഇവര് സാറിന് ഒരു ഇതായിട്ട് പറയാറുണ്ട്, ഒരു എന്താണ് വലിയ ആരോപണമായിട്ട്. കണ്ട 2 ബ്ലാക്കിന് ഒരു വൈറ്റിന് കൊടുത്തു. അത് മാർക്കറ്റിൽ അവർ വെച്ച വാല്യൂ ആണ്. അത് നമ്മൾ ആ സിസ്റ്റത്തിലുള്ള ആൾക്കാർ അത് അതിനനുസരിച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ 3 മുസ്ലിം ബന്ദികളെ തിരിച്ചു വാങ്ങിക്കാനായിട്ട് ഒരാൾക്ക് കൊടുത്ത, ഒരു സഹാബിക്ക് കൊടുത്ത ഒരു സ്ത്രീ ബന്ദിയെ അവർക്ക് തിരിച്ച് റിട്ടേൺ കൊടുത്തിട്ട് 3 മുസ്ലിം ബന്ദികളെ തിരിച്ചു വാങ്ങിക്കുകയാണ്. അങ്ങനെ ചെയ്തതന്നെയാണ് അമ്മൽ ഇത്രയും വക്രീകരിച്ച് പറഞ്ഞത് പുറകെ നടന്ന് വാങ്ങിച്ചെന്നുള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ റൂമിൽ കയറ്റരുതെന്നാണ് തലവെടുത്തെങ്കിൽ പറയാനുള്ളത്. അവർ പിന്നെയും ഒരു എന്ത് ചെയ്യും, തെറ്റിദ്ധരും. അവരെ റൂമിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നു, മോശമായിട്ട് സംസാരിക്കുന്നു. ഒരു കാലത്ത് നന്നാവാത്ത ആൾക്കാരെ ഇതിനകത്ത് കയറ്റരുത്, കയറ്റി ഇങ്ങനെയുള്ളത് പറയരുത്. ജനറലായിട്ട് അറിയാൻ വരുന്ന ആൾക്കാരെ മാത്രം കയറ്റുക. തലയോടിയോടും നിസാർപുറോടും എനിക്ക് പറയാനുള്ള ഉപദേശമാണിത്. അപ്പം അതും തെറ്റിദ്ധരിപ്പിച്ചു, അതും കള്ളമാണ്, അത് മോശം. സ്വതന്ത്രനെ പിടിച്ച് ആക്കാൻ പറ്റത്തില്ല എന്ന് റെഫറൻസ് കൊടുത്തു. അടിമ എന്ന് പറയാൻ പറ്റത്തില്ല. അത് അടിമയായിട്ടല്ല അവരെ കണ്ടത്. ബന്ദികളെ ട്രീറ്റ് ചെയ്യുന്നതിനുള്ള മൊത്തത്തിലുള്ള റൂളായിട്ട് നമ്മൾ നോക്കണം. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇല്ലാത്തൊരു ചോദ്യം പെട്ടെന്ന് ഇടയ്ക്ക് കയറിയിട്ട് ബനു ഫസാറയിൽ ബന്ദികളെ കൈമാറിയതിനെ പ്രവാചകൻ പുറകെ നടന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞ് ആൾക്കാരെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ച് കള്ളത്തരം കാണിച്ചു. ഈ 3 എനിക്ക് ഓർമ്മയുള്ളൂ. പറഞ്ഞു ഇനി അമലിനെ എടുത്തു. ഒരു മിനിറ്റ് ഇക്ക പറഞ്ഞല്ലേ, വേറൊരു കാര്യം ക്ലിയർ ചെയ്യാൻ ഒരു മിനിറ്റ്. അതായത് അല്ലല്ല ഒരു കാര്യം പറയാനാണ് പിടിച്ചവരെ മോചിപ്പിക്കാൻ അത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ യുദ്ധത്തില് ഈ സ്വതന്ത്രം പിടിച്ച അടിമകളാക്കാൻ പാടില്ല എന്നുള്ള കാര്യം യുദ്ധരംഗത്ത് വ്യത്യാസമാണ്. അത് നമ്മൾക്ക് എന്റെ ചെറിയ അറിവാണ്. ഞാൻ MM അക്ബറിന്റെ ഒരു ഇതിൽ വെച്ച് കേട്ടിട്ടുള്ളതാണ്. അതായത് അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ യുദ്ധത്തിൽ പിടിക്കുന്ന ആളുകളെ അടിമകളാക്കാം. അത് അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇതാണ്. അത് നമുക്കിപ്പോ ബനു മുസ്തലക്ക് യുദ്ധത്തിൽ ഒക്കെ കാണാൻ പറ്റും. അന്ന് പിടിച്ച ആളുകളുടെ സ്ത്രീകളെ അടിമകളാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. അന്ന് സാഹചര്യത്തിൽ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് അത് നിവർത്തിച്ചേരുന്നാണ് MM അക്ബർ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. ഞാൻ ക്ലിയർ ആക്കാം.
ഈ ഒന്നാമത്തെ കാര്യം ഞാൻ ചോദിച്ചത് അതല്ല ദിലീപേ. ഈ നിങ്ങൾ പറയുന്നത് ഇപ്പം അടിമയെ വിമൽകുമാർ എന്ന് വിളിച്ചോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അടിമയുടെ അവകാശങ്ങൾ, ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ്സ്. ഇപ്പം അത് നിസാർ ബ്രോ നേരത്തെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ പറഞ്ഞ സാമൂഹിക സാഹചര്യത്തിൽ അറേബ്യയിൽ ഉണ്ടായിരുന്ന അടിമയും ഇസ്ലാമിൽ നിങ്ങൾ പറഞ്ഞ പോലെ അടിമയെ നിങ്ങൾ വലം കൈ ഇടപെടുത്തുന്നു, വിമൽകുമാറിനോ എന്ത് വിളിച്ചു. നമ്മൾ അങ്ങനെയല്ല അടിമയെ വിലയിരുത്തുന്നത്. അടിമയുടെ ബൈ ഡെഫിനിഷൻ ഒരാളെ പ്രോപ്പർട്ടി ആയിട്ട് മറ്റൊരാൾ ഓൺ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ പ്രകാരമാണ് ഒരു അടിമ. അപ്പം ഈ രണ്ട് വ്യക്തിത്വങ്ങൾ നിങ്ങൾ പറഞ്ഞ നമ്മൾ സാമൂഹിക സാഹചര്യത്തിലുള്ള ഒരു അടിമയും ഇസ്ലാം പിടിച്ചുകൊണ്ട് വന്ന വലം കൈ ഇടപെടുത്തിയ വ്യക്തി അടിമ എന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്ക് പ്രശ്നം. അല്ലെ വിമൽകുമാർ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ വിളിച്ചോ. ഈ രണ്ട് വ്യക്തികളും തമ്മിലുള്ള ഫണ്ടമെന്റലി അവകാശങ്ങൾക്കുള്ള വ്യത്യാസമാണ് ഞാൻ ചോദിച്ചത്. അതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല ദിലീപ് വേറെ എന്തൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ആ ഹദീസിലുള്ളത്, ആ ഹദീസ് ഏതാണെന്ന് നിങ്ങൾ വായിച്ചു നോക്കില്ല, ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. അതിന് ഞാൻ പറഞ്ഞതാണ് ഫസാറ ഗോത്രം ആക്രമിച്ചപ്പോൾ അതിൽ സലാമയ്ക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ പെൺകുട്ടി, ആ പെൺകുട്ടിയുമായി സലാമ മക്കയിൽ വന്നപ്പോൾ പ്രവാചകൻ 3 പ്രാവശ്യം സലാമയോട് ചോദിക്കുകയാണ്, സലാമ ആ പെൺകുച്ചിന് എനിക്ക് താടാ എന്ന് സലാമയോട് 3ാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോഴെങ്ങാനാണ് എന്നാൽ എടുക്ക് സലാമ പറയുന്നത് ഞാൻ ഈ പെൺകുട്ടിയെ തരത്തില്ല, അവളുടെ തുണി ഞാനിതുവരെ അഴിച്ചിട്ടില്ല, എനിക്ക് ഒരുപാട് ഫാസിനേഷൻ തോന്നിയ കുട്ടിയാണ്, നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയാണ്, തുണി അഴിച്ചിട്ടില്ലെന്നാണ് ഹദീസിൽ. അത് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. ഒരു തവണയല്ല പലതവണ സലാമയോട് ആ കൊച്ചിനെ എനിക്ക് താടാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പ്രവാചകൻ സലാമയോട് പിന്നാലെ പോയി ചോദിച്ചു, ഒന്നിലധികം തവണ ചോദിച്ചു. ലാസ്റ്റ് സലാമ കൊടുക്കുകയാണ് ആ കുട്ടിയെ. അതിനുശേഷം എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ ആർഗ്യം പോലില്ല. അതിനുശേഷം മുഹമ്മദ് ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് റാൻസമായിട്ട് സഹാബികളെ മോചിപ്പിക്കാൻ കൊടുത്തുള്ള ഹദീസുണ്ട്. അതിന്റെ വിഷയമല്ല ഞാൻ പറഞ്ഞത്. ചോദിച്ചു മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിനെന്നെ മോശക്കാരാക്കിയിട്ട് നമ്മൾ കള്ളൻ അതിനെ താഴ്ത്തു. ചാറ്റിലിട്ടിട്ടുണ്ട്. സഹീഹ് മുസ്ലിമാണ്, ചാറ്റിലുണ്ട്, എടുത്ത് വായിച്ചു. അത് സമീറ ചോദിച്ചത്. അപ്പം ഇതിൽ ഇപ്പോഴും ദിലീപ് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന നമ്മൾ അടിമയ്ക്ക് ബിരിയാണി കൊടുത്തു വിമൽകുമാർ എന്ന് വിളിച്ചു എന്നുള്ളതല്ല. ഈ അടിമയും നിങ്ങൾ പറഞ്ഞ വലങ്കൈ ഉടമപ്പെടുത്തിയ വ്യക്തി തമ്മിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ള വ്യത്യാസമാണ്. നിസാർ ബ്രോ അത് പരാജയപ്പെട്ടുകൊണ്ടാണ് ദിലീപായി ഏൽപ്പിച്ചിരിക്കുന്നത്. ദിലീപായി ഡയറക്റ്റായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. നീ പറഞ്ഞോ സാമി. പിന്നെ ഇവിടെ പിന്നെ ദിലീപ് വന്ന സമയത്ത് 227 എന്നുള്ള ഹദീസ് അല്ല സാമി മൈക്ക് എടുക്കില്ല ഇത് തീർത്തിട്ട് ദിലീപായി കൊടുത്ത ഹദീസിനെ പറ്റി എന്തോ ഡൗട്ട് ആണെന്ന് തോന്നുന്നു. അതെ അപ്പൊ ദിലീപ് പറഞ്ഞത് സ്വതന്ത്ര ഒരു സെക്കൻഡ് അതായത് അമലിനോട് നേരത്തെ പറഞ്ഞു എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത് സാധനം ബിറ്റ് കയറ്റല്ലേ. വിമൽകുമാർ എന്ന് പറയുന്ന സാധനം ബിറ്റ് കയറ്റണ്ട. കാരണം അടിമ എന്നുള്ളതിനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും വിമൽകുമാർ എന്ന് പറയുന്നത് ബിറ്റ് കയറ്റ. അതല്ല, യുദ്ധ തടവുകാരാണ് അവര്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ യുദ്ധ തടവുകാരുണ്ട്. ആ യുദ്ധ തടവുകാരെ നിങ്ങൾ ഇത് ഈ അടിമ എന്നാണ് പറയാ? നമ്മുടെ നാട്ടിലും യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ തടവുകാരെ പിടിക്കപ്പെടും. അവരെ നിങ്ങൾ അടിമ എന്നാണ് പറയാ? വിമൽകുമാർ. അപ്പൊ യുദ്ധ തടവുകാർ അതായത് ഇന്ത്യ പറയുന്നത് ഇത് ചൈനയുമായിട്ട് ഇവരുമായിട്ടും ഇത് പാകിസ്ഥാനൊക്കെ ആയിട്ട് യുദ്ധം നടത്തിയിട്ട് ആ സമയത്ത് തടവുകാരെ കിട്ടിയപ്പം അവരെ പറയുന്നത് അടിമ എന്നാണോ? എന്ത് പൊട്ടത്തരോ അത് വിഷയം തന്നെയാണ്. എന്തുകൊണ്ട് വിഷയമില്ലാത്തത്? മൈക്ക് എടുക്കല്ലേ. അമൽ സംസാരിക്കുന്ന സമയത്ത് അമലിന് ഇവിടെ ആരെങ്കിലും കയറി ഇടപെട്ട? ഇവിടെ ആരെങ്കിലും കയറി ഇടപെട്ട? നിങ്ങൾ എന്താ മൈക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും കള്ളത്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു എന്താണ് യുദ്ധ തടവുകാരാണ്. ഈ യുദ്ധ തടവുകാരെ നിങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന അടിമ എന്ന് പറയുന്നത്? എന്നിട്ട് നിങ്ങൾ വിമൽകുമാർ എന്ന് വിളിച്ചോ എന്ന് പറയുന്നത് അതിന് അടിമയാണെങ്കിലല്ലേ ഞങ്ങൾ വിമൽകുമാർ എന്ന് വിളിക്കേണ്ടുള്ളൂ. അത് യുദ്ധ തടവുകാരാണല്ലോ. യുദ്ധ തടവുകാർ വേറെ, ഈ പറഞ്ഞിരിക്കുന്ന അടിമകൾ വേറെ. ഇവർ വലങ്കൈ ഉടമപ്പെടുത്തിയവരെ, അതായത് ജയിലിന് പകരം ഓരോ ആൾക്കാരെയും ഏൽപ്പിച്ചിരിക്കുന്നു. സ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിന് പകരം വ്യക്തികൾക്ക് അത് വ്യക്തികൾ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. അത്രേ ഉള്ളൂ. അതിനെ നിങ്ങൾ ഈ അടിമകൾ എന്ന് പറയുന്ന കാര്യം എന്താണ്? അപ്പൊ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അടിമകളാണോ? സ്റ്റേറ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് അടിമകളാണോ? അപ്പൊ ഇത്ര തൊട്ടിത്തരമായിട്ട് വരരുത്. അമല മൈക്ക് എടുക്കരുത്. ഇത്ര തൊട്ടിത്തരം നിങ്ങളുടെ റൂമുകളിൽ നിങ്ങൾ ഉപയോഗിച്ചോ. ആ തൊട്ടിത്തരം ഇങ്ങോട്ട് ഇറക്കരുത്. ഓക്കെ, വളരെ മികച്ച കഴിവുള്ള ആരെങ്കിലും റൂമില് ചോദ്യത്തിന് 3-നും ആര് പറഞ്ഞ ആരോ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അത് ആവർത്തിക്കല്ലേ? അതേ സെയിം ദിലീപായിക്കോട് സംസാരിച്ചത്. ഒരു മിനിറ്റ് താഴെ നിന്ന് ആരെങ്കിലും ന്യൂട്രൽ ആളിനെ കയറ്റിയിട്ട് അമൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞോ ഇല്ലയോ അവർക്ക് എന്തെങ്കിലും മനസ്സിലായി? ആരെങ്കിലും ഒരാൾ ന്യൂട്രൽ ആളിനെ ആൻഡ്രൈസ് ഒന്ന് കൊണ്ടുപോകും. ഞാനേ ആൻഡ്രൈസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഒരാൾക്ക് കയറാം. ക്വസ്റ്റ്യനും ആൻസറും കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുകളിലോട്ട് ആരെങ്കിലും ന്യൂട്രൽ ആൾ. അല്ല, ഒരു മിനിറ്റ്, ഇത് എന്നെ എന്തിനാ താഴെ? എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ മ്യൂട്ട് ചെയ്ത് അല്ലല്ല, ഞാൻ അമല് മാത്രം. അങ്ങനെയാണെങ്കിൽ അമലിനെ റൂമിൽ റിമൂവ് ചെയ്യണ്ടേ? നിന്നെ ഞാൻ മേലെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്തത് ഞാനാണ്. ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നീ നടുവിൽ ഇടപെടുന്നതായിട്ടാണ്. ദിലീപ് കാർഡിൽ കയറി ചോദ്യം ചോദിക്കാനുണ്ട്. അമല് പറഞ്ഞ അങ്ങനെ ഒരു സഹിഹായ ഹദീസ് ഉണ്ടോ? ഷമീറിനകത്ത് അമൽ എടുക്കരുത്. ഈ അമല് പറഞ്ഞതിനകത്ത്
ഷമീറിന് എന്താണ് മനസ്സിലായെന്ന് പറയാം? അമൽ പറഞ്ഞ ഹദീസിൽ നിന്ന് എന്തെങ്കിലും ആരോപണമായിട്ട് ഷമീറിന് തോന്നിയോ ഇല്ലയോ? അല്ല, എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, അതിന് ചോദിച്ചത് ഉണ്ടോ ഇല്ലയോ. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം അല്ലെ അത് വേണ്ട. അമൽ ആദ്യം പറഞ്ഞില്ലേ ഈ ഹദീസ്, ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പേ അമൽ ഒരു വാദം വെച്ചായിരുന്നു. പ്രവാചകൻ പുറകെ നടന്ന് ഒരു അടിമ സ്ത്രീയെ ചോദിച്ചു എന്നുള്ള. ആ സമയത്ത് ഷമീറിന് എന്താണ് തോന്നിയെന്ന് മാത്രം പറ. അല്ല, എനിക്ക് അറിയാത്തൊരു വിഷയത്തിനെ പറ്റി ഞാൻ എന്താ പറയാ. സെന്റൻസ് മാത്രം കേട്ടപ്പോ എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടിയാണോ? എന്താണ് മെസ്സേജ് കിട്ടിയെന്ന് പറയും. അല്ല, അമല് പറയുന്ന ആ ഒരു യുക്തിവാദിയുടെ ലൈനിലല്ലേ പറയുള്ളൂ. അതിന്റെ യഥാർത്ഥം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞ മനസ്സിൽ എനിക്കത് പരിശോധിക്കാം. എന്താണ്, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ശരി, എന്താന്നാലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പം അത് താഴെ നിന്ന് വേറെ ആരെങ്കിലും വന്നിരുന്നെങ്കിലും നന്നായിരുന്നില്ല. എന്താ മനസ്സിലാക്കുന്നത്? ഓക്കെ, ഞാൻ പറയാം. പൊതുവെ ഈ പറഞ്ഞു നിർത്തിയത് വെച്ച് ആർക്കായാലും ഇപ്പം ഇദ്ദേഹം തന്നെ ക്ലബ് ഹൗസിൽ കേൾക്കുന്ന ആൾക്കാണ്. എനിക്ക് തന്നെ അത് പെട്ടെന്ന് ആ സംഭവം ഓർമ്മ വരാതെ ഞാൻ സഫിയ ബീവിയുടെ കേസാണെന്ന് ഞാൻ ഓർത്തു. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉള്ള ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, അമലിച്ചയുടെ ചോദ്യം അനുസരിച്ച് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്. പ്രവാചകൻ പുറകെ നടന്ന് വേറൊരാൾക്ക് കൊടുത്ത ഒരു അടിമ സ്ത്രീയെ എനിക്ക് താ എന്ന് പറഞ്ഞ് പുറകെ 3 പ്രാവശ്യം നടന്ന് ഞാൻ പ്രവാചകൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നിർത്തി. ഇത് കേട്ടാൽ ആർക്കായാലും എന്ത് തോന്നാന്ന് വെച്ചാൽ അത് പ്രവാചകന് വേണ്ടി വാങ്ങിച്ചു എന്നേ തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ അതും കൂടെ ചേർത്ത് പറയണമായിരുന്നു കൊടുത്തുന്നുള്ളു. അല്ലെങ്കിൽ ഇത് എന്താണ് വാദം വെച്ചതെന്നും കൂടെ പറയണമായിരുന്നു. എന്തിനു വേണ്ടി ഇത് ഈ ഹദീസ് കൊണ്ടുവന്നു? ഇത് എന്താ ഈ ബന്ദികൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണോ അമലിന്റെ പ്രശ്നം? ഒരു ആളിനെ കൊടുത്ത് ഒരു മുസ്ലിം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ദികളെ കൈമാറുന്നത് അതിനകത്ത് തെറ്റാണോ? എന്തിനു വേണ്ടിയിട്ടാണ് അമൽ അത് വെച്ചത്? ഈ ബന്ദികൾ തെറ്റെന്ന് പറയാനല്ല, ഇത് പ്രവാചകന് വേണ്ടി എടുത്തു എന്ന് ആൾക്കാർ ധരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ആ പാതിയിൽ നിർത്തേണ്ട ആവശ്യമില്ല. അതിന് ഞാൻ ആൻസർ ചെയ്തു. ഷമീർ കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ദികളെ പിടിക്കുമ്പോൾ കൈമാറ്റം ചെയ്യും. അന്നത്തെ സിസ്റ്റമാണ് അത്, ഇന്നും ചെയ്യും. പാകിസ്ഥാൻകാരെ നമ്മൾ കുറച്ച് പിടിച്ചു വെച്ച് നമ്മൾ ഇന്ത്യക്കാരെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് അന്നും ഉണ്ടായിരുന്നു. സ്ത്രീകളെയും പിടിക്കും, പുരുഷന്മാരെയും പിടിക്കും. അവർക്ക് ആ സമുദായത്തിലുണ്ടായിരുന്ന വാല്യൂ അനുസരിച്ച് ഒരാൾക്ക് പോലെ 2, 2 പേർക്ക് 3 ഇങ്ങനെയുള്ള രീതിയിൽ അന്നത്തെ ആ സിസ്റ്റത്തിൽ എങ്ങനെയാണോ അവർ വെക്കുന്ന ഡിമാൻഡ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. ആ ഒരു ബന്ദി കൈമാറ്റമാണ് അങ്ങനെ നടന്നിരിക്കുന്നത്. അതിനകത്ത് വിമർശിക്കാൻ ഒന്നുമില്ല. പിന്നെ അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നറേഷന്മാര് കൊണ്ടുവരുന്നത്? 3 വർഷം പുറകെ നടന്ന് താടാ എനിക്ക് താടാ എന്ന് പറഞ്ഞ് ചോദിച്ചെന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഒരു ഉദ്ദേശത്തെ തന്നെയാണ് ചെയ്തത്. അപ്പൊ ആ കേൾക്കുന്നവർക്ക് അതങ്ങനെ വരുമത്, അങ്ങനെ തോന്നിക്കുന്നത്. അതിന് തന്നെയാണ് ചെയ്തത്, യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പൊ ഞാൻ അതിനല്ല പറഞ്ഞത്. ഒരു മിനിറ്റ് സംസാരിച്ചോ. അത് വേണ്ട, വിട്ട് നമ്മളത് പറഞ്ഞില്ലേ ആ ലെവലിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ നിസാർ പ്രവർത്തകരോട് പറയാം, സ്റ്റാൻഡേർഡ് ചർച്ച ഇല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരരുത്. അപ്പൊ ഇതിനകത്ത് ഒന്നുമില്ല, ആ ഹദീസിനകത്ത് ഒന്നും ഒരു ആരോപണവും ഇല്ല. വെറുതെ ഒരു ഇത് കൊണ്ടുവന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇപ്പൊ ഷമീറിന് ഇപ്പൊ മനസ്സിലായില്ലേ ആ ഹദീസ്? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത് ഷമീറിന് മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി. അത് കേൾക്കുമ്പോ ഒരാൾക്ക് ഈ സ്ത്രീയില് താല്പര്യം ഉള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ചോദിച്ചെന്നുള്ള രീതിയിലാണ് മനസ്സിലാവുക. അതിന്റെ ഓക്കെ, അത് ഇക്ക പറഞ്ഞപ്പോ അതിന്റെ മുഴുവനായിട്ടുള്ള വലിയ മസായിൽ പോലെ ഖുർആൻ ആയത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യില്ല. സംഭവം അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ആ ഭാഷണം കഴിഞ്ഞ് ഇനി മെയിൻ ആയിട്ട് അമൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ് സാധാരണ അടിമയ്ക്ക് നിങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചു. ഒന്ന്, അന്നത്തെ കാലത്തുണ്ടായിരുന്ന സോഷ്യൽ ഈവിലാണ് ഒരു സ്വതന്ത്രനെ പിടിച്ച് അടിമയാക്കുക എന്നുള്ളത്. അത് ഇസ്ലാം ഇല്ലാതാക്കി. അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം. അതായത് സ്വതന്ത്രനെ പിടിച്ചാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അടിമ അല്ല, അതാണ് അടിമ. സ്വതന്ത്രനെ പിടിച്ചാക്കുന്നതാണ് അടിമ. അത് ഇസ്ലാം നിരോധിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതോടെ തീർന്നു, പ്രശ്നം തീർന്നു. പിന്നെ നമ്മൾ സംസാരിക്കുന്നതെല്ലാം യുദ്ധത്തിൽ പിടിക്കുന്ന ബന്ദികളെയാണ്. അവരെന്ത് ചെയ്യണം? ഇന്ത്യയിൽ നിന്ന് പിടിച്ചോ പാകിസ്ഥാൻ പിടിച്ചോണ്ടോ നമ്മൾ പിടിച്ചോണ്ടുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം? അവരെന്ത് നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ പറയുമോ അത് തന്നെയാണ് അന്ന് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ജയിലിലിട്ട് അടിമ എന്ന് വിളിക്കാവോ? ഞാൻ ആൻസർ ചെയ്യണ്ട, ഞാൻ പറയാം. മാമന്റെ പറയാം. അപ്പൊ അടിമ എന്ന് വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ അതാണല്ലോ പ്രശ്നം. അവര് ഇല്ല കേട്ടല്ലോ, അമൽ 3 വട്ടം റിപ്പീറ്റ് ചെയ്തല്ലോ. ഞാൻ ജസ്റ്റ് തുടങ്ങിയതിലല്ലോ പറയാൻ. ഒരെണ്ണത്തിന്റെ കഴിഞ്ഞിട്ട് അടുത്തന്നെ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം പിടിച്ചോണ്ടൊന്ന് ജയിലിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു യുദ്ധം ഈ രാജ്യത്തിനെതിരായിട്ട് അവർ ആക്രമിക്കാൻ വന്ന ആൾക്കാരാണ്. അവരെ പിടിച്ച് ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ ആരും അടിമയെന്ന് പറയത്തില്ല. അവർ കുറ്റം ചെയ്യാൻ വന്നു, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു സിസ്റ്റത്തിനനുസരിച്ച് അവനെ പിടിച്ച് ആത്തിട്ടില്ലെങ്കിൽ അവൻ പിന്നെയും കൊല്ലാൻ വരും, പിന്നെയും ചെയ്യും. ആ രാഷ്ട്രത്തിന് അത് ചെയ്യണമെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇസ്ലാം ചെയ്താൽ മാത്രം അതിന് അടിമ തരും. പക്ഷെ അന്ന് ജയിലില്ലായിരുന്നു ഞാൻ പറഞ്ഞു. ജയിലില്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാം പോയിന്റ് വെച്ച് ഞാൻ പറഞ്ഞു, അത് ഗവൺമെന്റിൽ അങ്ങനെ സിസ്റ്റം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഓരോരോ ആൾക്കാരെ ഏൽപ്പിച്ചു. ഗവൺമെന്റിന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് അവനെ തിരിച്ചുവിടാനും പറ്റത്തില്ല. അവനെ ആഹാരം കൊല്ലാൻ പറ്റുമോ? പറ്റത്തില്ല. ആഹാരം കൊടുക്കണം. അതാര് കൊടുക്കും?
ആ ഇൻഡിവിജ്വൽ ആരാണോ അതിനകത്ത് പങ്കെടുത്തത് ആ ആൾക്ക് കഴിപ്പിച്ചിട്ട് നീ ഇവരെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. അവനെ ചാപ്പാട്ട് കൊടുക്കണം 3 നേരം, നീ കഴിക്കുന്നത് കഴിക്കണം. ഇതാ വ്യത്യാസം. ഓരോന്നോരോന്ന് എണ്ണിക്കോ. എനിക്ക് ഓൾറെഡി അടിമയുടെ കേസ് ഞാൻ ക്ലോസ് ചെയ്തു. അടിമ ഇല്ല, സ്വതന്ത്രനെ പിടിച്ചാക്കാൻ പാടില്ല. പിന്നെ ബന്ദികളെ ഇനി കമ്പയർ ചെയ്യേണ്ട ബന്ദിയും ഇസ്ലാമിന്റെ ബന്ദിയുമാണ്. ഇന്ന് ഇന്റർനാഷണൽ കോർട്ടിൽ അല്ലെങ്കിൽ അബു ഖുറൈബ് ജയിലിൽ ഇറാഖിൽ ചെയ്ത ബന്ദിയും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. അത് ആ ബന്ദിയും ഇസ്ലാമിന്റെ യുദ്ധബന്ദിയും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്. എന്ത് സോഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ഇസ്ലാം എവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് നോക്കുക. അവരെ എന്ത് ലെവലിലാണ് നിർത്തിയിരിക്കുന്നുള്ളത്. അവൻ ഈ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വന്നവൻ, ആളെ കൊല്ലാൻ വന്നവൻ, അവനെ ഇസ്ലാം കണ്ടത് സഹോദരനെ പോലെയാണ്. അവൻ മനുഷ്യനാണ്, നിന്നെ പോലെ ഒരു മനുഷ്യനാണ്. നിന്റെ അള്ളാഹുവിന്റെ ഒരു സെറ്റപ്പിൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവന് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് റൈറ്റ്. അവന് സ്വന്തമായിട്ട് പോയിട്ട് ജോലി ചെയ്യാനോ പോകാനോ വേറെ സ്ഥലങ്ങളിൽ പോകാനോ പറ്റത്തില്ല. ഒരാളുടെ കൺട്രോളിലാണ് ഉള്ളത്. പക്ഷേ ആ കൺട്രോളിൽ നിൽക്കുമ്പോൾ പോലും നീ അവനെ അടിക്കരുത്, ചവിട്ടരുത്, അവനെ നോവിക്കരുത്, ഒന്നും ചെയ്യരുത്. നീ കഴിക്കുന്ന ആഹാരം കൊടുക്കണം. ഇത് ഏത് കാലത്ത് ലോകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു കാണിക്കണം. ഈ ഏതെങ്കിലും ഒരു ബന്ദി അല്ലെ ജയിൽ സിസ്റ്റത്തിലോ അല്ലെ ബന്ദികളെ പിടിച്ചുമ്പോഴത്തേക്ക് ആരാണോ ആ രാഷ്ട്രത്തിന്റെ ആൾ, ആരുടെ ഓണർഷിപ്പിലാണോ ഉള്ളത്, അയാൾ കഴിക്കുന്ന ആഹാരം അയക്ക് കൊടുക്കുക, അയാൾ കൊടുക്കുന്ന വസ്ത്രം അയക്ക് കൊടുക്കുക എന്നുള്ള സോഷ്യൽ സ്റ്റാറ്റസ് എവിടെ ചെയ്യുന്നുള്ളത്. അടിമയുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ല ഇവിടെ, ബന്ദികളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. വാർ ക്യാപ്റ്റീവ്സിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. അത് ഇസ്ലാം കൊടുത്താണെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഹിസ്റ്ററിയിൽ ഉണ്ടോ എന്ന് കാണിക്കണം. ഇല്ല, ഇസ്ലാമാണ് ഏറ്റവും ടോപ്പായിട്ട് വെച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരുപാട് മാനുമിഷൻ കോൺട്രാക്ട് ഉണ്ട്. ഇയാൾക്ക് വേണമെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യാം. പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഫീസ് യജമാനന് കൊടുക്കണം. ഉമറിൽ ഒരാൾ വന്ന് കുത്തിക്കൊന്നു പറഞ്ഞാൽ ആ കേസ് ഇത്രയേ ഉള്ളൂ, ചെറിയ കേസാണ്. ആ ആള് വന്ന ഒരു അടിമയായിരുന്നു, മാനുമിഷൻ കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അയാൾക്ക് വെച്ച് അയാളുടെ യജമാനെ കുറിച്ച് കൂടുതൽ പൈസ ചോദിക്കുന്നു അയാൾക്ക് ഒരു കംപ്ലൈന്റ്. അത് വന്ന് ഉമറിലവരോട് പറഞ്ഞു, അവരൊന്ന് ഫീസ് ഒന്ന് കുറയ്ക്കാൻ പറയുന്നു. അപ്പം ഉമറിൽ ആൻസർ ഒന്നും പറഞ്ഞില്ല ആ സമയത്ത്. എന്നിട്ട് പിന്നീട് പോയി ആ ആളുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, നീ ഒന്ന് കുറയ്ക്കുന്നു. പക്ഷേ അയാൾക്ക് എന്താ തോന്നി, ഞാൻ പറഞ്ഞിട്ട് ഉമറിലെ ഒന്നും കേട്ടില്ല. ആ ദേശത്തിനാണ് അയാൾ കുത്തിയിട്ട് പോയത്, ആ ഹിസ്റ്ററി. അപ്പൊ ഞാൻ പറഞ്ഞ ആ റൂൾ ഉണ്ടെന്ന് പറയാനാണ്. മാനുമിഷൻ കോൺട്രാക്ട് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്തു. പിന്നെ അതൊരു പുണ്യ പ്രവൃത്തിയായിട്ട് പ്രഖ്യാപിച്ചു. എന്താണ്, ഒരു തെറ്റ് ചെയ്താൽ ഇസ്ലാമിൽ പല 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 പാവങ്ങൾക്ക് നോമ്പ് മുറിച്ചാൽ അങ്ങനെയുള്ള തെറ്റുകൾക്കെല്ലാം അടിമമോചനം അതൊരു ഇതാക്കി. ഓരോ ലൂണാർ എക്ലിപ്സിനും സോളാർ എക്ലിപ്സിനും അങ്ങനെ ഒരുപാട് അടിമ ഇങ്ങനെയുള്ള വലം കഴിയുമ്പോൾ ഞങ്ങൾ ഇത് ചെയ്യുമായിരുന്നു, എന്താണ് ഞങ്ങൾ മാനുമിറ്റ് ചെയ്യുമായിരുന്നു, ഒരുപാട് ഹദീസുകളാണ്. അങ്ങനെ ചെയ്ത ആ സമയത്ത് തന്നെ മിക്കവാറുള്ള എല്ലാ ഇവരെയും മാറ്റുകയും ചെയ്തു. വേൾഡിലൊരു സിസ്റ്റം നിൽക്കുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെ പരിഷ്കരിച്ച് കാണിച്ച് അത് അബോളിഷ് തന്നെ ചെയ്തെന്ന് പറയാം. പിന്നീട് വരുന്ന അടിമ അത് ഇസ്ലാമിനായിട്ട് യാതൊരു ബന്ധമില്ല. അത് ഫ്രീ ആൾക്കാരെ പിടിച്ച് ചെയ്യുന്നതാണ്. അത് ഇസ്ലാം രാഷ്ട്രം ചെയ്താലും ശരി, ഇസ്ലാം അല്ലാത്ത രാഷ്ട്രം ചെയ്താലും അതും ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ ക്ലിയർ ആയിട്ട് അമര് ചോദിച്ചതിന് ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കട്ടെ. ഇക്കാലേ ആ സ്ത്രീകളെ പറ്റിയിട്ടുള്ളൊരിത് പറഞ്ഞില്ല. അതായത് എന്റെ അറിവില് മുസ്തലഖ് യുദ്ധത്തില്, ഹുനൈൻ യുദ്ധത്തിലും ഒക്കെ ഇങ്ങനെ പിടിക്കപ്പെട്ട സ്ത്രീകളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു. അപ്പൊ അക്ബർ സാഹിബിന്റേതാണ് ഞാനത് കേൾക്കാറുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ അന്നത്തെ യുദ്ധ സാഹചര്യത്തിൽ അത് അനുവദനീയമായിരുന്നു കൂടി പറഞ്ഞു. അപ്പൊ അത് സ്വതന്ത്ര സ്ത്രീകളെല്ലാം അങ്ങനെ ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് എടുക്കാം. വേറെ ക്ലാരിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ അത് എടുക്കാം. ഇതില് നമ്മൾ വെച്ച അതെന്താണ്, അതായത് ഇപ്പം ദിലീപ് പറഞ്ഞത് സ്വതന്ത്രമായ വ്യക്തികളെ വിൽക്കരുന്നുള്ള ഹദീസ്, ഫ്രീ മാനെ സ്ലൈവ് ആയിട്ട് വിൽക്കരുത്. പക്ഷേ ഇസ്ലാമിന്റെ കോൺസെപ്റ്റിൽ ഉള്ള സ്ലൈവ് എങ്ങനെയാണ് വരുന്നത്? ഇതേപോലെ ഇപ്പൊ ദിലീപിന്റെ വായിൽ തന്നെ യജമാനൻ എന്ന് വീണു. അപ്പൊ ഇതേപോലെ ഒരു യജമാനന്റെ പ്രോപ്പർട്ടി ഗനീമത്ത് മുതലായിട്ട്, കാര്യം അന്ന് പണ്ടേ ആൾക്കാർ അടിമയെ അവരുടെ പ്രോപ്പർട്ടി ആയിട്ടാണ് കാണുന്നത്. അടിമയെ ഇൻഹെറിറ്റ് ചെയ്യാറുണ്ട്. മുഹമ്മദ് നബി തന്നെ ഇൻഹെറിറ്റ് ചെയ്തൊരു അടിമയുണ്ട്, അതിന്റെ പേര് മറന്നുപോയി. അപ്പൊ അത് ഖദീജയുടെ വിവാഹ സമയത്ത് മുഹമ്മദ് തന്നെ ഫ്രീ ആക്കിയ ഒരു പേര് മറന്നുപോയി, അത് ഇപ്പോൾ തപ്പണം. അപ്പം ഈ മാനുമിഷൻ ആണെന്നുള്ളത് അവിടെ കൾച്ചറിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. പക്ഷേ ഇതേപോലെ പ്രോപ്പർട്ടിയാണ്. ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ചോദിച്ചത്. അതായത് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അടിമയ്ക്ക് ഫുഡ് കൊടുത്തു, ബിരിയാണി കൊടുത്തു, അതൊന്നുമല്ല ചോദിച്ചത്. അടിമയെ നിങ്ങൾ വലങ്ക ഇടപ്പെടുത്തി, നിങ്ങൾ പേര് മാറ്റി, നിങ്ങൾ അടിമത്തല്ല വലങ്ക ഇടപ്പെടുത്തി വ്യക്തിയാണ്. അവിടെയും യജമാനന്റെ പ്രോപ്പർട്ടിയാണ്. ഖനീമത്ത് മുതലായിട്ട് ഒരു സ്ഥലത്ത് പോയി ആക്രമിക്കുകയും അവിടുന്ന് പിടിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകളെയാണ് പ്രത്യേകിച്ച് മുതലാക്കി എടുക്കുന്നത്. പുരുഷന്മാരുടെ അവരെയും ചിലപ്പോൾ ഒരുപക്ഷെ അടിമകളായിട്ട് എടുത്തിട്ടുണ്ടാവും. പൊതുവെ സ്ത്രീകളെ കുട്ടികളെ ബാനിഫസാറ ഗോത്രത്തിന്റെ ഹദീസ് ഇട്ടത് ഈ ഒരു കോൺസെപ്റ്റിലാണ്. അതായത് സ്വതന്ത്രമായ ഒരു ഗോത്രത്തെ ആക്രമിക്കുകയും അവിടുന്ന് ഗോത്രത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട സ്ത്രീകളെയാണ് അവരെ അവർ ഓടി രക്ഷപ്പെടുന്ന കണ്ടപ്പോൾ അങ്ങോട്ടൊരു അമ്പ ചെയ്ത് അവരെ പേടിപ്പിച്ച് നിർത്തിയിട്ട് അവിടെ പോയി പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അവിടെ സുന്ദരിയായ ഒരു സ്ത്രീയും അവളുടെ അമ്മയുണ്ടായിരുന്നു. ആ സ്ത്രീ ആ കൊച്ചെന്ന് പറഞ്ഞില്ല, പ്രായം പറഞ്ഞിട്ടില്ല, ഒരു കുട്ടിയെ അവളുടെ അമ്മയെന്നാണ് ഹദീസിൽ. ആ കുട്ടിയെ അല്ലെങ്കിൽ ആ സ്ത്രീ യുവതിയെ സലാമയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്, അബൂബക്കറാന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ കൊടുത്തിട്ട് ആ കുട്ടിയുമായി മക്കയിലൊരുമാണ് സുന്ദരിയായ സ്ത്രീ എന്നുള്ള രീതിയിൽ മുഹമ്മദ് നബി വന്ന് ചോദിക്കുന്നത്. അത് പുള്ളിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ചോദിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പുള്ളി ഒരു 2 പ്രാവശ്യം ചോദിച്ച് കുട്ടിയെ മേടിച്ചുകൊണ്ട് റാൻസം ആയിട്ട്. കാര്യം സലാമയ്ക്ക് കിട്ടിയത് സലാമയുടെ പ്രോപ്പർട്ടിയാണ്, ഖനീമത്ത് മുതലാണ്. ഈ മുതലിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അതായത് ഏത് രീതിയിൽ പിടിച്ചാലും ഇത് യജമാനന്റെ പ്രോപ്പർട്ടിയാണ്.
നിങ്ങൾ ഈ പറയുന്ന ഓപ്പൺ പ്രിസണേഴ്സ് ഓഫ് വാർ ഇതൊന്നും ഇവിടെ ഏക്കത്തില്ല. കാര്യം ഇതൊരു വ്യക്തിയുടെ പ്രോപ്പർട്ടി ആയി കൊടുത്തിട്ട് ആ വ്യക്തിയെ ഉപയോഗിക്കാനും യജമാനന്റെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാനും ഇതേ വ്യക്തിയെ ചന്തയിൽ കൊണ്ട് വിൽക്കാനും ഇതേ വ്യക്തിയെ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യാനും ഇതേ വ്യക്തിയെ ഷെയർ ഇട്ട് സെക്സ് ചെയ്യാനും അതിന് അതീസുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ അതിനെ വിമൽകുമാർ എന്നോ വലങ്കേടുപെടുത്തിയെന്നോ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അത് ഞാൻ ചോദിച്ച ഫണ്ടമെന്റൽ അടിമയായിട്ടുള്ള റൈറ്റ്സിലുള്ള ഡിഫറൻസ് ആണ്. ഒരു അടിമയെ എങ്ങനെയാണ് സമൂഹം അന്ന് കണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന വലങ്കൈ ഇടമപ്പെടുത്തിയ വ്യക്തിയെയും സമൂഹം കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രോപ്പർട്ടി ആയിട്ട് ദിലീപിന്റെ വായി തന്നെയാണ് യജമാനന് ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചന്തയിൽ കൊണ്ട് വിൽക്കാൻ പറ്റുന്ന എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് അവിടെയും. പിന്നെ അവർക്ക് ബിരിയാണി കൊടുത്തോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. കാര്യം അതൊന്നും ഒരു കോൺസെപ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ അവർ അടിമ തന്നെയാണ്. കാര്യം മറ്റൊരാളുടെ പ്രോപ്പർട്ടി ആയിട്ടാണ് അവർ നിലകൊള്ളുന്നത്. അത് പ്രിസണറോ ബോറോ കോണ്ടനാമോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും അതിന് പെയിന്റ് അടിച്ച് നിൽക്കാൻ പറ്റില്ല. അത് വ്യക്തമായിട്ടും മറ്റൊരാളുടെ പ്രോപ്പർട്ടിയാണ്. അടിമത്തത്തിന്റെ ബേസിക് ഡെഫിനിഷൻ തന്നെ അതാണ്, മറ്റൊരാളുടെ പ്രോപ്പർട്ടി ആയിട്ട് ഒരാളെ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അതിലാണ് ദിലീപ് ഞാൻ ചോദിച്ച ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. പിന്നെ ഈ മാനുമിഷന്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് മുഹമ്മദ് നബി തന്നെ നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അടിമകളെ മോചിപ്പിച്ച കേസുണ്ട്, അതിനുള്ള തെളിവുകളുണ്ട്. അപ്പോൾ അത് ഖുറൈശികളുടെ ആ അറേബ്യൻ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന കാര്യമാണ്. അടിമകളൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് അടിമകളെ മോചിപ്പിക്കുന്നത് ഒരു ഫൈനായിട്ട് കാണുക, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിച്ചാൽ ഒരു പുണ്യം കിട്ടുന്നുള്ള വിശ്വാസം, ഇതൊക്കെ ഉണ്ടായിരുന്ന നിലനിന്നിരുന്ന കാര്യമാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും ഇസ്ലാം കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നിങ്ങൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ കാര്യം ഇന്ന് സ്ലേവറി ഇസ്ലാമിൽ ഹലാലാണ്. ഇന്നും അടിമത്തം തെറ്റാന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. ഈ അടിമത്തം ഞങ്ങൾ അടിമ എന്ന് വിളിക്കില്ല, ഞങ്ങൾ വലങ്ക എടുപ്പെടുത്തി വിളിക്കും, ഞങ്ങൾ ഭക്ഷണവും ചോറും കൊടുക്കാറുണ്ടെന്നല്ല വേറൊരു ആർഗ്യുമെന്റ് അവിടെ ഇല്ല. ഞാനതാണ് അത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യം ചോദിച്ചത്. കാര്യം മറ്റൊരാളുടെ പ്രോപ്പർട്ടിയാണ്. മറ്റൊരു അടിമ എങ്ങനെയാണോ സമൂഹത്തിൽ അതുപോലെ തന്നെയാണ് ഈ ഗോത്രങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ട് വരുന്ന പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവസ്ഥ തന്നെയാണ്. ഇത് തന്നെയാണ് ഹദീസിലുള്ളത്. ഇനി ഒരുപാട് ലോഡ് കണക്കിന് ഹദീസുണ്ട്. വേണമെങ്കിൽ ഒരു ചർച്ചയാക്കി വെക്കാൻ ഞാൻ 1000 ഹദീസ് എടുത്തുകൊണ്ട് വരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പം പ്രശ്നം അതൊരു പ്രോപ്പർട്ടി അല്ലെന്ന് ബാക്കിയെല്ലാം ക്ലിയർ ആയി. ദിലീപ് മറ്റേ കാര്യം ശ്രദ്ധിച്ചിരുന്നോ? അതായത് നബിസ്വല്ലാഹു അവരെ ഇത് വേണമെന്ന് ചോദിച്ചുള്ള വേറൊരു കാര്യത്തിനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് കൂടി പറഞ്ഞു. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നു വിമൽകുമാർ ആക്കിയിരുന്നു ആള് ചില സമയത്ത് മൈക്കെടുക്കരുത് തെണ്ടിത്തരം കാണിക്കരുത്. വേണ്ട അവലെ തെണ്ടിത്തരം കാണിക്കരുത്. നീ വിമൽകുമാർ പരിപാടി മൈക്കെടുക്കരുത്. നീ 15-10 മിനിറ്റോളം പ്രസംഗിക്കുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും മൈക്കെടുത്തടാ. മൈക്കെടുത്തോടാ ഞങ്ങൾ ആർക്കും മൈക്കെടുത്താം. നീ സംസാരിക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും ഞങ്ങൾ ആർക്കും മൈക്കെടുത്താ. നീ വിമൽകുമാർ എന്ന് പറയുന്ന സാധനം നീ നടുവിൽ ഇപ്പൊ വീണ്ടും കയറ്റിയില്ലേ? നീയും നിന്നുണ്ടാക്കിയിരിക്കുന്നവരാണ് വിമൽകുമാർ എന്ന് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ. നീ ആൻസർ പറഞ്ഞിട്ട് മേലേക്ക് വരാം. നിന്നെ എടുക്കും വീണ്ടും നിന്നെ എടുക്കും വീണ്ടും. മൈക്കെടുക്കരുതാ. അവന് മാത്രം മര്യാദയില്ലാത്ത അവൻ ഇത്ര നേരം പ്രസംഗിക്കും. ഒരേ സാധനം തന്നെ അവസാനം വരെ 4 പ്രാവശ്യം 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമ്മളാരും ഇടപെട്ടു. അവൻ ഇപ്പൊ പറഞ്ഞൊരു വാചകം കേട്ടോ, നടുവിൽ പറഞ്ഞ നിങ്ങൾ റീപ്ലേ എടുത്തിട്ട് കേട്ടോ. നടുവിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊണ്ടുവന്നത് ഞാൻ വേറൊരു അർത്ഥത്തിലല്ല പറഞ്ഞതെന്ന്. പക്ഷെ അവരിവിടെ ധരിപ്പിച്ചത് ആദ്യം വന്നിട്ട് അവന്റെ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. ഞാൻ ഇതിന് പറയാനുള്ള ഒരേ സൊല്യൂഷൻ ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് ആളിനെ അറിയാം, എങ്ങനെ സംസാരിക്കുമെന്ന് അറിയാം. ഇപ്പൊ ഒരു ചോദ്യം തന്നെയാണ് പിന്നെയും ഒരു 4 വട്ടം ചെയ്യുന്നത്. അതിനകത്ത് എവിടെയെല്ലാം പൊടി വെക്കാം, എല്ലാം പൊടി വെക്കും. അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ എന്തിനാ ചർച്ച ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വെറുതെ മോളിൽ കയറ്റിയിട്ട് ഇങ്ങനെ പ്രഷർ കയറ്റി ബഹളം ഉണ്ടാക്കി ആ സമയത്ത് വേറെ ആരെങ്കിലും മാന്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്ന ആൾക്കാരെ പിടിച്ചിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കും. അമലൊക്കെ ആയിട്ടാണെങ്കിൽ ആ മാന്യത എപ്പോൾ വരുന്നോ ആ സമയത്ത് അവർ വിളിച്ച് അവർ സംസാരിക്കുക. അത്ര നമുക്ക് പെർമനന്റ് ആയിട്ട് ആരുമായിട്ടും വിരോധമൊന്നുമില്ല. പക്ഷെ പ്രവാചകൻ അധിക്ഷേപിക്കുന്നത് ആവശ്യമില്ലാത്ത രീതിയിൽ പ്രതിപാദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ആരായാലും നമുക്ക് യാതൊരു ടച്ചും ഇല്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ തന്നെയാണ് അവരെന്തിനാണ് ഇതിനകത്ത് കയറ്റുന്നത്? ദിലീപ് അതായത് നിങ്ങൾ വരുന്നതിന് മുമ്പും ഇതുവരെ ഈ അവസാനം നിങ്ങളോട് സംസാരിക്കുന്നത് വരെയും ഓരോ പ്രാവശ്യവും ആ അടിമ സ്ത്രീയെ കൊണ്ടുപോകാൻ 3 പ്രാവശ്യം പോയി ചോദിച്ചു എന്ന് പറയാം. വേറൊരു വിഷയം ഇദ്ദേഹത്തിന്റെ വിമൽകുമാർ എന്ന് പറഞ്ഞൊരു സാധനം അതിന്റെ നടുവിൽ കയറ്റിയിട്ടാണ്. എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് അവസാനം സംസാരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞതെന്ന്. ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിലല്ല. മുമ്പത്തെ സമയത്ത് മുഴുവൻ ഇങ്ങനെ പറഞ്ഞത് ഇവ മഹാകള്ളനാണ്. കള്ളത്തരം മാത്രം ക്ലബ് ഹൗസിൽ പറയുന്ന ആളാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയത്തുള്ളൂ. അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ കയറി വരുമ്പോഴൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇല്ല വേണ്ട, ഇനിയിപ്പോ നല്ലോടത്ത് പറഞ്ഞേക്ക്. ഇങ്ങനെ എന്നാണോ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു ത്രാണി വരിക
അന്ന് വിളിച്ചിരുത്തി സംസാരിക്കാം, അത്രേ ഉള്ളൂ. നമുക്ക് ആരുമായിട്ട് നമുക്ക് പെർമനന്റ് എന്താണ് വിരോധങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇത്രയും നമ്മൾ മെനക്കെട്ട് പറയുന്ന ആൾക്കാർ, താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മനസ്സിലാവട്ടെ എന്നുള്ളത്. പക്ഷെ അതിന്റെ ഇടയ്ക്കെല്ലാം പ്രവാചകനെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുക, ഓക്കെ, ഒരു പരിധി വരെ ആരായാലും അവർ വാദത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും, അത് ആർഗ്യുമെന്റിൽ വരുന്നതാണ്. പക്ഷെ അത് പ്രവാചകനെ തൊട്ട് കളിക്കുമ്പോഴത്തേക്ക് അത് ശരിയല്ല. അത് നമ്മൾ അവരുടെ റൂമിൽ ചെയ്യുന്നത് നമുക്ക് കൺട്രോൾ ഇല്ല. അറ്റ്ലീസ്റ്റ് എന്താണ് ദുആ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെ അല്ലാതെ നീ നോക്കിക്കോ എന്ന് പറയാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷെ ഈ റൂമിൽ വന്ന് നമ്മുടെ ടോക്കണിൽ നമ്മുടെ പൈസയിൽ നമ്മുടെ ഇതിനകത്ത് വന്നിട്ട് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള ഇന്ന ആൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പാമ്പിന് പറ്റുന്നത് ഒരു സമയത്ത് ഒരാൾ ഒരു ഒറ്റ കൈ എടുത്തുള്ളൂ, രണ്ടാമത്തൊട്ട ഇടരുത്. നാളെയും നിങ്ങൾ ഇത് തന്നെ കയറ്റിരുത്തി ഇത് തന്നെ ചെയ്യും. പക്ഷെ കയറ്റി കഴിഞ്ഞാൽ മാനോട് സംസാരിച്ച് നമ്മൾ പിന്നെ ഇത്രയും എൻഗേജ് ചെയ്ത് അതിനെ ഡീകോഡ് പതുക്കെ മനസ്സിലാക്കി കൊണ്ടുവരണമെങ്കിൽ ഇത്രയും സമയം എടുക്കും, വെള്ളം ഉണ്ടാക്കണം, ടെൻഷനാണ്. എന്തിനാ കയറ്റുന്നത് വേറെ മനസ്സിലാക്കാനുള്ള ആൾക്കാർ ഇഷ്ടംപോലെ വേറെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ പുറത്തുള്ള വലിയ കംപ്ലൈന്റ് ഇത് തന്നെയല്ലേ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് എന്ന് കെൽപ്പ് വരുന്നു അന്ന്, അല്ലെങ്കിൽ നല്ല മാന്യമായിട്ടുള്ള ഒരു സംഭാഷണം എന്ന് തയ്യാറാവുന്നു, അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം എടുത്ത് സംസാരിക്കുക. ഓക്കെ, ഇനിയിപ്പം ആൻസറും കൂടെ പറയട്ടെ. മാന്യമായിട്ട് സംസാരിക്കുന്നില്ല, നമുക്ക് ഒരിക്കലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇസ്ലാം എന്താണെന്നും അതിനകത്തുള്ള എന്താണെന്നും അതിനുള്ള ഉത്തരം എല്ലാം നമ്മുടെ ഉണ്ട്. ഏത് ആരോപണത്തിന് പറയാൻ നമുക്ക് ഉത്തരവുണ്ട്. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പക്ഷെ ഇടയ്ക്കൂടെ കൊട്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ക്രൂ ചെയ്യുന്ന നടക്കും, നമ്മൾ പറഞ്ഞാലും കുഴപ്പമില്ല. പ്രവാചകനെ കുത്തി കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല, അത് നമ്മുടെ റൂമിൽ. അപ്പൊ ആദ്യം മുഴുവൻ കള്ളത് അത് പറഞ്ഞിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ലാന്ന്. പക്ഷെ ആദ്യം ഇത് കേട്ടോണ്ടിരുന്ന സാധാരണക്കാരനായ മനുഷ്യരോ, ആദ്യം ഇത് കേട്ടോണ്ടിരുന്നവരോ, അപ്പൊ ഇവരൊക്കെ സാമൂഹ്യ ദ്രോഹിയല്ലേ? പിന്നെ വീണ്ടും പറയാം വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരുപാട് താഴ്ന്നു കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. ഞാനേ ഇത്ര നേരം കേട്ടോണ്ടിരിക്കുന്ന അമ്മല് അങ്ങനെ പ്രവാചകനെ തെറി വിളിക്കുക അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. അത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അതായത് ഒരു സ്ത്രീയുടെ ആരോപണല്ലേ, അത് ക്ലിയർ ആക്കി. അപ്പോഴല്ല അല്ലെങ്കിൽ മറുപടി ഇല്ലെന്ന് അല്ല, നിങ്ങൾക്ക് വിചാരിക്കുക. അല്ല, ലാസ്റ്റ് നമ്മൾ മറുപടി പറയാൻ തയ്യാറാണ്. എന്നിട്ട് വീണ്ടും വിളിച്ച് കയറ്റാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ആള് 5 മിനിറ്റോളം സംസാരിച്ചു. ഞാൻ ഇതും കൂടെ പറഞ്ഞിട്ട് അമലിൽ എന്തെങ്കിലും പുതിയ വാദങ്ങളോ പുതിയ ഇതുകളോ ഒന്നും വെക്കരുത്. ഇപ്പൊ അടുത്ത സ്ത്രീ വിഷയങ്ങൾ കൊണ്ടുവന്നു, ഷെയർ ഇട്ടുന്നത്, ഇപ്പൊ എല്ലാം ഞാൻ പറഞ്ഞു ലിങ്ക് ഇങ്ങനെ പോകും. പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്. ഇത് കഴിഞ്ഞിട്ട് അമലിനെ കേട്ടും ഒരു 1/2 മിനിറ്റിനകത്ത് ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇനി മനസ്സിലായിട്ടില്ല, വേറെ സമയത്ത് നോക്കാം എന്ന് പറഞ്ഞ് നിർത്താം. പുതിയ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഞാൻ ഇതും കൂടെ പറഞ്ഞിട്ട് അമലിനെയും കയറ്റി ചെയ്തിട്ട് ഞാൻ ഇറങ്ങുകയാണ്. നമുക്ക് അടുത്ത പരിപാടികളുണ്ട് വേറെ. സ്ത്രീകളെ സംബന്ധിച്ചുള്ള അതിന്റെ ക്ലിയർ ആക്കി ലാസ്റ്റ് പറയാം. അത് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കട്ടെന്നുള്ളൂ. പുള്ളിയുടെ ഡൗട്ട് ക്ലിയർ ആവട്ടെന്നുള്ളൂ. ഇപ്പൊ പ്രോപ്പർട്ടി എന്നുള്ള ഇൻഹെറിറ്റൻസ് എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അതൊരു പ്രോപ്പർട്ടി ആയിട്ടല്ലേ നിങ്ങൾ കാണുന്നത്. അപ്പൊ പിന്നെ മറ്റടിമയും നിങ്ങളായിട്ടാണ് എന്തോ ബന്ധമുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് വാല്യൂ ആയിട്ടാണ് അവർക്ക് കൊടുത്തേക്കുന്നത്. ഇന്നത്തെ ഭടന്മാർക്ക്, ഇന്നത്തെ സോൾജേഴ്സിന് ഗവൺമെന്റ് ശമ്പളം കൊടുത്താണ് വെച്ചേക്കുന്നത്. അന്നത്തെ പട്ടാളക്കാർക്ക് അവർക്ക് ഇസ്ലാം സിസ്റ്റത്തിലും അവർക്ക് പെർമനന്റ് അങ്ങനെ ട്രഷറിയിൽ നിന്ന് പൈസ കൊടുത്ത് ശമ്പളം കൊടുക്കുന്ന രീതി ഇല്ലായിരുന്നു. ഏത് സമയത്തും അവർ യുദ്ധത്തിൽ സജ്ജമായിരിക്കണം. കുതിര വെക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറയാം, കാലാളായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ ആൻസർ പറഞ്ഞു. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത് സ്ട്രെസ് ചെയ്യാത്തതുകൊണ്ടാണ്, മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ. അപ്പൊ ഒരു കുതിരയെ വെച്ച് ആ കുതിരയെ തീറ്റി യുദ്ധത്തിൽ വരുമ്പോ ആ ഒരു കുതിര പോരാളി അതിനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള ഷെയർ അവന് കൊടുക്കുകയാണ്. ഗനിമത്തിൽ നിന്ന് കൊടുക്കും, ആ കിട്ടുന്ന ബന്ധിയും അവന് കൊടുക്കുകയാണത്. അതിന് വാല്യൂ ഉണ്ട്, അത് യാതൊരു ഡൗട്ടും ഇല്ല. ആ ബന്ധിക്ക് ഒരു വാല്യൂ ഉണ്ട്, അത് കൈമാറ്റം ചെയ്യപ്പെടാം. അതുകൊണ്ടാണ് 2 കറുത്തടിമയോ 1 വെളുത്തടിമ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറിയത്. ഒരു സ്ത്രീ ആ സമുദായത്തിൽ വാല്യൂ ഉള്ള സ്ത്രീ, അല്ലെങ്കിൽ അവർ സമുദായത്തിൽ നല്ല വാല്യൂ ഉള്ള ഇതാണെങ്കിൽ 3 മുസ്ലിം ബന്ധികളെയാണ് ഇങ്ങോട്ട് വെച്ചത്. അപ്പൊ അവരും ആ സിസ്റ്റം ഫോളോ ചെയ്തെന്ന് മനസ്സിലാവുന്നില്ലേ? എതിരാളികളും അവർ ആ സിസ്റ്റം പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവരിങ്ങനെ തന്നെയാണ്. ആധുനിക കാലത്ത് അത് ശരിക്കൊരു ഇതല്ലേ, എന്താ പറയാ, ഈ അമലിന്റെ കാര്യങ്ങൾ തീർക്കട്ടെ. നിങ്ങൾ അതിനിടയിലേക്ക് ക്വസ്റ്റ്യൻ പഠിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് വേറെ തന്നെ നമുക്ക് റൂമിട്ട് ആവശ്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പം അവരുടെ സിസ്റ്റത്തിലും അത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പക്ഷെ അവർക്ക് ഇസ്ലാം പറഞ്ഞ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നില്ല. ഇസ്ലാം മാത്രമല്ല ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അവരുടെ അടുത്തുള്ള കാര്യത്തിനകത്ത്, ഹ്യൂമൻ റൈറ്റ്സിൽ വളരെ ശ്രദ്ധിക്കണമെന്ന് ആ റൂൾ ക്ലാസ് ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ഉണ്ട്. വാല്യൂ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ വാല്യൂ, ശമ്പളം ഇല്ലാതാക്കാൻ പറ്റുമോ?
അവന് വാല്യൂ കൊണ്ട് വിറ്റാൽ അവന് അതിനുള്ള വാല്യൂ തിരിച്ചു കിട്ടും. 2 ലക്ഷം രൂപ ഇന്നത്തെ ആ വാല്യൂക്ക് ഉണ്ടായിരുന്ന അടിമകളുണ്ടായിരുന്നു. ഡബിൾ സ്റ്റോറിയുടെ ബിൽഡിങ്ങിന്റെ വാല്യൂ ഉണ്ടായിരുന്ന ഇത് ബന്ദികളാണ് അവര്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ മാനുപേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് പുണ്യപ്രവർത്തിക്ക് മാനുപേറ്റ് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഇത്രയും വാല്യൂ ഒരാൾ ചുമ്മാ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കണം. അത്രയും മൊത്തത്തിൽ ഇത് ബന്ധികളെല്ലാം സർക്കാർ മൊത്തം റാൻസം ആയിട്ട് എടുക്കണമെങ്കിൽ ഇവർക്ക് ആ പൈസ കൊടുക്കണത്. വാല്യൂ ഉണ്ട്, തീർച്ചയായിട്ടും വാല്യൂ ഉണ്ട്. അത് ഇൻഹെറിറ്റ് ചെയ്യപ്പെടും. വാല്യൂ ഉള്ള കാര്യമില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് പക്ഷെ അവരെ ചെയ്ത ട്രീറ്റ്മെന്റ് ആ സിസ്റ്റത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യാൻ പറ്റും? അവരെ ആരും നോക്കും? യുദ്ധത്തിൽ ജീവൻ കളയാൻ വേണ്ടി വന്ന ആളാണ് അവൻ. ജീവൻ കളഞ്ഞു ഇല്ല, ജയിച്ചെന്ന് പറഞ്ഞാൽ അവന് ഗനിമത്വം കിട്ടും. ഇങ്ങനെയുള്ള വാർ ക്യാപ്റ്റീവ്സ് അവന്റെ കൺട്രോളിൽ കിട്ടും. അവരെ വെച്ച് ജോലി വാങ്ങിപ്പിക്കും. അതിന് വാല്യൂ ഉണ്ട്. അത് അവരെ കൈമാറ്റം ചെയ്ത് പൈസ ആക്കാം. അല്ല ഒരടിമ കൊടുത്ത് 2 അടിമ വാങ്ങിക്കാം. അന്നത്തെ ആ സിസ്റ്റം എങ്ങനെയാണോ അത് ചെയ്യാം. അത് രണ്ട് ഭാഗക്കാരെ ചെയ്തതാണ്. അത് വലിയൊരു ആരോപണം പറയാനില്ല. ആ ബന്ദികൾക്ക് ഒരു ബന്ദിയെ പിടിച്ചിട്ട് ഒരാളിനെ ഏൽപ്പിക്കുമ്പോൾ അതിന് വാല്യൂ തന്നെയാണ് അർത്ഥം. അത് ഇൻഹെറിറ്റ് ചെയ്യപ്പെടാമെന്ന് തന്നെയാണ് അർത്ഥം. അത് വലിയൊരു ആരോപണമുള്ള ആ സിസ്റ്റത്തിലുള്ളവരാണ്. ആ വന്ന ആളിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അവന്റെ സ്വാതന്ത്ര്യം ഉണ്ട്, അവന് പോയി ജോലി ചെയ്യാൻ, പുറത്ത് എല്ലാം ചെയ്യാന്ന് പറഞ്ഞു. വാല്യൂ ഉണ്ട്. അത് വേറെ ആളുടെ അടുത്ത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴത്തേക്ക് ആ പൈസ അവന് കിട്ടും. അതിനാണ് എന്റെ അർത്ഥം. ആ പൈസയെ ഫോർഗോ ചെയ്താണ് അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒരു പുണ്യപ്രവൃത്തിയായിട്ട് നേരത്തെ ഉണ്ടെന്നുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ട്. ഇതിന് മുമ്പുണ്ടായ ഏതാണ് അതിനകത്ത് പുണ്യപ്രവൃത്തിയായിട്ട് കണ്ടത്? അവിടെ നോമ്പിന് നേരത്തെ ഉണ്ടായതിന്റെ ഹദീസ് അവർ കൊണ്ടുവരും. നേരത്തെ ഉണ്ടായിരുന്നതിന്റെ അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥത്തിലെ റെഫറൻസ് കൊണ്ടുവരട്ടെ. അമല് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ റെഫറൻസ് അമല് കൊണ്ടുവരട്ടെ. അമല് ചാറ്റിൽ ഇട്ടോട്ടെ. അല്ല, ഓക്കെ, ഇത് പുണ്യപ്രവൃത്തി എന്ന് പറയാൻ കാര്യം എന്താന്ന് വെച്ചാല് അങ്ങനെ പെട്ടെന്നൊന്നും ഒരാളെ മാനിപ്പുലേറ്റ് അവന് വാല്യൂ ഉള്ളതാണത്. അങ്ങനെ ഉള്ളപ്പോ ശരി, നീ ഇന്ന തെറ്റ് ചെയ്തു, അപ്പൊ അത് ദൈവം അള്ളാഹു നിനക്ക് ആ പാവം പുറത്തു തരും, ഇവനെ വിട്ടേക്ക്. അപ്പോഴാണ് ആ ഒരു പ്രോത്സാഹിപ്പിച്ച് അവൻ അതിൽ നിന്ന് വിടുന്നത്. നേരത്തെ ഉള്ളതാണെങ്കിൽ ചുമ്മാ വിടുന്ന പറഞ്ഞാൽ പോലെയാ. ചുമ്മാ കൂടത്തില്ല. തെറ്റ് ചെയ്താൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തിനാ? അത് ഇസ്ലാം വന്നതിന് ശേഷമാണെന്ന് എനിക്ക് മുമ്പത്തെ കേസ് എനിക്ക് അറിയത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പഴയതിൽ ഇതേപോലെ പുണ്യപ്രവൃത്തിയായിട്ട് പറഞ്ഞ് ഏത് ആൾക്കാർ ചെയ്തിരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നു, എങ്ങനെയാണോ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നത് എനിക്കറിയത്തില്ല. എന്താണ് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കണ്ടിരുന്നത്? അങ്ങനെ ഒരു കൺസെപ്റ്റ് അവർക്ക് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ നോമ്പിൽ ചില തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അതിനാണോ ചെയ്തിരുന്നത്? അത് സ്വന്തമായിട്ട് ചുമ്മാ ഒരാൾ 2 ലക്ഷം രൂപ ആരും കളഞ്ഞ് വിളിക്കാൻ തയ്യാറാവില്ല. ഒരു അടിമ വെറുതെ ആയിട്ട് കൊടുക്കത്തില്ല. വാർ ക്യാപ്റ്റീവ്സിന് വെറുതെ ആയിട്ട് ഫ്രീ ആക്കാൻ പറ്റത്തില്ല. പൈസ കൊടുക്കണം, ഗവൺമെന്റ് കൊടുക്കണം അവർക്ക് റാൻസം. അല്ലെങ്കിൽ ആ ഖജനാവിൽ അത്രയും പൈസ ഗവൺമെന്റ് കാണത്തില്ല. അപ്പൊ പിന്നെ അത് ആത്മീയതയിലോട്ട് കണക്ട് ചെയ്തു. അത് ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയാണെന്നുള്ള ആ ആത്മീയതയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അപ്രവാചന്റെ ആ സമയത്ത് തന്നെ ഇങ്ങനെ ചെയ്ത് ഒരുപാട് ഗണ്യം കുറച്ച് മൊത്തത്തിൽ അത് ഇല്ലാതാക്കി. അത് വാല്യൂ ഇല്ല നമ്മൾ പറഞ്ഞിട്ടില്ല, ഇന്നത്തെ ചെയ്തിട്ടില്ല. ഓക്കെ, സ്ത്രീകളുടെ വിഷയത്തില് ചോദിക്കണ്ട, ഞാൻ ഇത് തീർക്കട്ടെ. അതായത് സ്ത്രീകളുടെ വിഷയത്തിൽ ഒരു ചോദ്യം അപ്പോഴും ബാക്കി ഇതിനകത്ത് സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ റൂളുകളെല്ലാം കോമൺ ആണ്. ഇനി സ്ത്രീ വരുമ്പോഴാണ് ഇതിനകത്ത് അതെങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അടിമ ചില സമയത്ത് യുദ്ധത്തിൽ പൊതുവെ സ്ത്രീകൾ യുദ്ധത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ വേറൊന്നും പറയുക ബനു മുസ്തലിക്ക് കയറി ആക്രമിച്ചു എന്നൊക്കെ പറയാം. അതെല്ലാം ആക്രമിക്കുന്നത് ഓരോന്നിനും ഓരോ ചരിത്രമുണ്ട്. എന്തിനാണ് ബനു ഖുറൈദ ആക്രമിച്ചത്, അല്ലെങ്കിൽ ബനു ഖുറൈദയുള്ള പോരാട്ടം എന്താണ്, ബനു മുസ്തലിക്കുള്ള പോരാട്ടം എന്താണ്. അവർ ഇങ്ങോട്ട് അടിക്കാൻ തയ്യാറായിരിക്കുന്ന ആൾക്കാരാണ് ബനു മുസ്തലിക്ക്. അവിടെ നിന്ന് ഇൻഫർമേഷൻ വരും. ഇവർക്കെല്ലാം എന്താ ഇസ്ലാം അടിപെട്ട് ചാവണം. ഇവരുടെ എല്ലാം ഞാൻ ചോദിച്ചിട്ടില്ല. അല്ല, ഞാൻ ഇവരുടെ എല്ലാം ഈ ചോദിക്കുന്ന വിമർശകരുടെ എല്ലാം ഇത് ഇങ്ങോട്ട് ഇസ്ലാമിനെ ഏതെങ്കിലും ഒരു ബനു മുസ്ലിക്ക് ആക്രമിച്ച് ഇപ്പൊ മദീന ഇല്ലാതാക്കിയിരുന്നെങ്കിൽ അവർക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. ഇസ്ലാം അങ്ങോട്ട് ചെയ്യുന്ന പ്രതിക്രിയ അല്ലെങ്കിൽ അത് വിമർശിക്കണം, അത് കൊള്ളയാക്കി കാണിക്കണം. അതൊരു വലിയ പാതകമായിട്ട് കാണിച്ച് കണ്ട അത് അങ്ങോട്ട് കയറി ആക്രമിച്ചതല്ല. ബനു മുസ്ലിക്ക് ഇങ്ങോട്ട് ചെയ്യാൻ റെഡി ആയിരിക്കുന്നു എന്നുള്ള ന്യൂസ് കിട്ടുമ്പോൾ അപ്പോഴേ സ്പൈ നെറ്റ്വർക്ക് എല്ലാം പെർഫെക്റ്റ് ആണ് പ്രവാചകൻ്റെത്. അപ്പോഴേ കിട്ടും അവർ റെഡി ആവുന്നുണ്ട് അവിടെ നിന്നുള്ളത്. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒരാളിനെ വിട്ട് അവരുടെ ആളായിട്ട് അഭിനയിക്കും അയാള്. ഇവിടെ നിന്ന് പ്രവാചകന്റെ ആള് പോയിട്ട് ഞാൻ അവിടെ നിന്ന് വരുവാണ്, നിങ്ങൾ റെഡി ആയിരിക്കില്ല, ഞാൻ എൻ്റെ കയ്യിൽ ഇത്ര ആൾക്കാരുണ്ട്, ഞാൻ തരാൻ നിങ്ങൾക്ക്, നിങ്ങൾ 1 മിനിറ്റ് 2 ഒരു ദിവസം 1 അര ദിവസം വെയിറ്റ് ചെയ്യും, ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞ് അവിടെ അപ്പോഴത്തേക്ക് ഇവർ റെഡി ആയിട്ട് അങ്ങനെയാണ് പോയി അവർ ബനു മുസ്തലിക്ക് അറ്റാക്ക് ചെയ്തത്. അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധം തന്നെയാണ്. അത് യുദ്ധത്തിൽ എന്ത് ചെയ്യുമോ അത് ചെയ്തേ പറ്റൂ. അതേ ഉണ്ട്. ഇവർക്ക് അത് ചെയ്ത തെറ്റ്. അവർ ഇങ്ങോട്ട് ആക്രമിച്ചാൽ കുഴപ്പമില്ല. ബനു ഖുറൈദ ട്രീറ്റ് കട്ട് ചെയ്തിട്ട് ആൾക്കാരെ ഒരു സൈഡിൽ കൂടെ എതിരാളികളെ തുറന്നു വിട്ടാൽ കുഴപ്പമില്ല. എതിരാളികളായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ ആൾക്കാർ ഒന്ന് അതിനെ ആക്രമിച്ചാൽ കുഴപ്പമില്ല. അതൊന്നും ഇവർക്ക് കുഴപ്പമില്ല. 3 വർഷമായിട്ട് ക്ലബ് ഹൗസിൽ ഇതിലും ഇത് തന്നെയാണ് പ്രവാചകൻ ചെയ്തുള്ളത്. വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ റൂമിൽ വന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെയും ഇതിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതും പോകുന്ന പോക്കിൽ അതും പറഞ്ഞു പോയി.
അതുപോലെ മുസ്ലിങ്ങൾ കയറി വെച്ച് സ്ത്രീകളെ ഇത് ചെയ്ത് പിന്നെ ഷെയർ ചെയ്ത് സ്ത്രീകളെ എടുക്കാന്നുള്ളത് അതെനിക്ക് ശരിയാണെന്ന് ഒരു അഭിപ്രായമില്ല. വെച്ചാൽ തീർച്ചയായിട്ടും ഒരു സമയത്ത് ഒരാൾ മാത്രമാണ് ഒരു സ്ത്രീയെ സമീപിക്കേണ്ടത്. അതിന്റെ ഹദീസ് എന്തെങ്കിലും തിരിഞ്ഞാൽ അത് നോക്കാം. അത് ചോദിക്കുന്നതിനൊക്കെ താഴെ ചാറ്റിൽ ഇട്ടിരുന്നാൽ മതി. അത് പിന്നെ നോക്കിയിട്ട് പറയാം. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് തെറ്റായ സംഭവങ്ങളുണ്ട്. അത് വേറെ റിലേറ്റ് ചെയ്യേണ്ടി വരും. വേറെ നമുക്ക് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. പൊതുവെ നമുക്ക് അറിഞ്ഞ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് പറഞ്ഞത്. ഇസ്ലാമിലെ കല്യാണത്തിന്റെ റൂൾ തന്നെയാണ് അതിനകത്ത് വരിക. ഒരിക്കലും ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിച്ചിട്ട് പറയാനേ ഉള്ളൂ. അപ്പൊ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. ഒരു ഇട്ടേ ചാറ്റിലിട്ടേ. ഞാൻ 2 റെഫറൻസ് അമലിനോട് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഇതിന് മുമ്പ് അവർ മാനുമറ്റ് ചെയ്തിരുന്നു എന്നുള്ളതിന്റെ റെഫറൻസ് ഇടുക. അതുപോലെ ഷെയർ ചെയ്യാന്നുള്ളതിന്റെ ഇതും കൂടെ റെഫറൻസ് കൂടെ ചാറ്റിലിട്ടേക്കുക. അത് ഞാൻ നോക്കിയിട്ട് ഞാൻ തീർത്തില്ല. ഞാൻ മെയിൻ ആയിട്ടുള്ള ഇതിനകത്ത് ഞാൻ കയറുന്നതേ ഉള്ളൂ. അപ്പൊ അത് രണ്ടും കൂടെ അത് പിന്നെ ഞാൻ ആൻസർ ചെയ്യാം. നോക്കിയിട്ട് ആൻസർ ചെയ്യാം. എന്റെ നോട്ടത്തിൽ അത് വരാൻ ഇല്ല. ഞാൻ തീർന്നില്ല. സ്ത്രീകളുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചിട്ട് ഞാൻ അമൽ 1/2 മിനിറ്റ് ഞാൻ തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ ഇല്ല, ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്, ഇല്ലെങ്കിൽ ഇല്ല. അതോടെ നമ്മളിവിടെ ചർച്ച നിർത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സന്ദർഭത്തിൽ നോക്കാം എന്നുള്ള ഇതിലാണ്. ഇതിനകത്തിന് പുതിയ ചോദ്യങ്ങളോ ഇതിനകത്തുള്ള കൗണ്ടറുകളോ ഒന്നുമില്ല. അമല് ചോദിച്ചു, ഞാൻ പറഞ്ഞു. അത് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. ഇല്ല, ഞാൻ ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട് സ്ത്രീകളുടെ കാര്യത്തിന്. അമല് അതും കൂടെ പറയട്ടെ. ഇത്രയും കൂടെ ചെയ്യുമ്പോൾ നാളെ റെക്കോർഡ് ചെയ്തത് വീഡിയോ ആക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതി അതും കൂടെ പറഞ്ഞേക്കാം. അപ്പം ഒരു ഡിസ്കഷൻ ആവും, ആൾക്കാർക്ക് യൂസ് ആവുന്ന കണക്ക് ഈ വീഡിയോ ആക്കി ഇറക്കാം. ഓക്കെ. ഇനി ഷമീർ ചോദിച്ച എന്നെ കൂടെ ചോദിച്ച സ്ത്രീകളും അമലും ചോദ്യം മുഴുവനായിട്ടില്ല. അല്ലല്ല, ഞാൻ ചോദിച്ചു ആ ചോദ്യം പിന്നെ അതിനുള്ള കൂടുതൽ ഒരു ചോദ്യം കൂടി ഉണ്ട്. അതിന്റെ കൂടെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാനൊരിക്കല് നമ്മളുടെ MM അക്ബറിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിലൊരു മുസ്ലിം സ്ത്രീ തന്നെയാണ് ചോദിച്ചത്. അതായത് പ്രവാചകൻ ഇങ്ങനെ സ്ത്രീകളെ ഓക്കെ ബലാത്സംഗം ചെയ്യാൻ അന്ന് അനുവദിച്ചിരുന്നു. ആ സ്ത്രീ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി എന്താണ് ആധുനിക കാലഘട്ടത്തിൽ മാതൃകയാവുന്നതെന്നാണ് ആ പെൺകുട്ടി ചോദിച്ചത്. അതിൽ ഈ MM അക്ബർ പറഞ്ഞൊരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സാമൂഹിക സാഹചര്യം ആയിരുന്നു എന്ന്. അതായത് ഈ വനമുഷ്തലക യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ ഇതുപോലെ തന്നെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഞാൻ അതിന്റെ കൂടെ തന്നെ ഞാൻ പറയട്ടെ, ഒറ്റ കാര്യമുള്ളൂ. അപ്പോ അദ്ദേഹം പറഞ്ഞത് MM അക്ബർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സാമൂഹിക സാഹചര്യം ആയതുകൊണ്ട് ഇവര് അതിന് വഴങ്ങേണ്ടി വരുന്നു. അതായത് സ്ത്രീകൾ വഴങ്ങേണ്ടി വരുന്നതാണ് പറഞ്ഞത്. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ അതൊരു റേപ്പ് പോലെയല്ല. ഇന്നിപ്പോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആധുനിക കാലത്തിൽ ഒരു തെറ്റല്ലേ? ആധുനിക കാലത്തിൽ ചിന്തിക്കപ്പെടുന്ന ഒരു മുസ്ലിമിനായാലും അതൊരു തെറ്റായിട്ടല്ലേ തോന്നുന്നു? വേറൊന്നും പറയാനില്ല. ഈ സമീർ ചോദിച്ച കാര്യത്തിലുണ്ടല്ലോ, ഈ ബാനു മുസ്തലിക്കില് പിന്നെ ദിലീപായി പറഞ്ഞത് നേരത്തെ ഇൻഫർമേഷൻ കിട്ടി എങ്ങനെയൊക്കെയാണ്. ഈ സമീർ പോയിട്ട് ഈ ഒരു ഹദീസ് നോക്കിക്കോ. സഹീഹ് മുസ്ലിമാണ് 1730A എന്ന് ഗൂഗിൾ അടിക്കുക. 1730A. അതിൽ sunnah.com ഹദീസാണ്. ഗൂഗിളിൽ ജസ്റ്റ് സഹീഹ് മുസ്ലിം 1730A എന്ന് അടിക്കുവാണെങ്കിൽ ഹദീസ് വരും. ഈ ബാനു മുസ്ലിമിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ശരിക്കും വിശ്വസിക്കാവുന്നതാണോ ദിലീപ്? അതിൽ ബുക്ക് റെഫറൻസ് ഉണ്ട്. അല്ല, അമല് പറയാനല്ലേ, എനിക്കറിയില്ല യഥാർത്ഥത്തിലാണോ. ദിലീപ് പറയട്ടെ, എനിക്കറിയില്ല, അതാണ് ചോദിച്ചേ. ഈ sunnah.com വിശ്വസിക്കാവുന്നതാണോ? അല്ലല്ല, sunnah.com പറയുന്നത് യഥാർത്ഥമാണോ? ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് നീ sunnah.com എന്നെ ഒന്ന് വിശ്വസിക്കണ്ട. sunnah.com ഹദീസ് ബുക്കിന്റെ റെഫറൻസ് ഉണ്ട്. സമീർ പോയിട്ട് ആ റെഫറൻസ് എടുത്തിട്ട് ഏത് ബുക്കാണെന്ന് കൊള്ളെടുത്തിട്ട് ആ ബുക്ക് പോയി തപ്പിയിട്ട് അത് കറക്റ്റ് ആണെന്ന് തിരക്കിയാൽ മതി. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് അവർക്ക് യാതൊരു ധാരണയില്ലാത്ത സമയത്താണ് ഈ ബാനു മുസ്തലിക്ക് ഗോത്രം ആക്രമിച്ചിരിക്കുന്നത്. അവർ പശുവിന് വെള്ളവും കൊടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ആ ഗോത്രം ആക്രമിച്ചിരിക്കുന്നത്. അതിലവിടെ നഫി ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇവരെ ആക്രമിക്കുന്നതിന് മുമ്പായിട്ട് ഇസ്ലാമിലേക്ക് വരാൻ ഇവർക്കൊരു ക്ഷണം കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ ആരാണ് പറയുന്നത്? ഹദീസ് എടുക്കട്ടെ, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇതിലെങ്ങനെയാണ് അതിന് മുന്നേ അവര് ഇവരെ ഈ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ എന്തെങ്കിലും വല്ല പദ്ധതി ഉണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ തെളിവ് നീ ചോദിക്കണം. അപ്പൊ ഇതുപോലത്തെ ഹദീസ് ഒരുപാട് തെളിവ് ഞാൻ തരാം. അതായത് അമലാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിന് മുന്നത്തെ കാര്യം കൂടി നമുക്ക് അറിയണല്ലോ. എന്നോട് പറഞ്ഞ ദിലീപ പറഞ്ഞ എന്താണ്, അവരെ ആക്രമിക്കാൻ പ്ലാൻ കിട്ടി തയ്യാറെടുപ്പിലായിരുന്നു. അവരൊരു തയ്യാറെടുപ്പില്ല, ഒരു ധാരണയില്ല സമയത്താണ് അവരെ ആക്രമിച്ചത്. ഇസ്ലാമിലേക്ക് വരാനുള്ള ക്ഷണം ആദ്യം കൊടുക്കും, വന്നില്ലെങ്കിൽ ആക്രമിക്കും. ഇങ്ങനെയാണ് റെയ്ഡുകൾ സ്വാഭാവികമായിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നഫി ചോദിക്കുന്നുണ്ട്, ദിലീപായ ഹദീസ് വായിക്കുന്നു ചോദിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ അവരോട് പറയണോ ഇസ്ലാമിലേക്ക് വരാനുള്ള ക്ഷണം കൊടുക്കണോ? അതിൻ്റെ ആവശ്യമില്ല, കൊടുത്തിട്ടില്ല. അവർ പശുവിന് വെള്ളം കൊടുത്ത സമയത്താണ് അവർ ആക്രമിക്കുകയും ആക്രമിച്ചിട്ട് ആ ആക്രമണത്തിലാണ് ജുവൈരിയ ബിന്ത് അൽ ഹരിത്തിന് ജുവൈരിയെ പിടിച്ചുകൊണ്ടിരുന്നതും ആ ഒരു റെയ്ഡിലാണ്. ഈ റെയ്ഡ് ഞാൻ റെയ്ഡ് എന്നേ പറയത്തുള്ളൂ. ഞാൻ അത് നബിയുടെ ഭാര്യ അതല്ലേ അമല, ജുവൈരിയ എന്ന് പറയുന്നത് അദ്ദേഹം ഭാര്യയാക്കിയല്ലേ? ഒന്നും ഞാൻ പറഞ്ഞില്ല. അടിമയായിട്ട് എങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത്? അടിമയെന്ന് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് പിടിച്ചുകൊണ്ടുവന്നൊക്കെ നമ്മ പറയുന്ന ആൾക്കാർ വിചാരിക്കാതെ അടിമയാക്കി വെച്ചു എന്നല്ലേ? റെയ്ഡിൽ പിടിച്ചതിന് ശേഷം അല്ലേ ഭാര്യയാവുന്നേ? അല്ല റെയ്ഡ് ചോദിച്ചാൽ കല്യാണം കഴിക്കണം.
അത് വിമൽകുമാർ അല്ലേ? അതിന് തന്നെയാണ് വിമൽകുമാർ അമൽ പറയുന്നത്. അമലം ചുരുക്കി കേട്ടോ. അടിമ എന്ന് പറയുന്നത് വിമൽകുമാർ എന്ന് ഞങ്ങൾ പറയുന്നു എന്നാണ്. നിങ്ങൾ രണ്ടിൽ തമ്മിൽ ഡിസ്കഷൻ പോകണ്ട. ഞാൻ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് വേണ്ടിട്ട്. ഷോർട്ട് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തീർക്കാം. ഷമീർ വെയിറ്റ് അമൽ തമ്മിൽ ഡിസ്കഷൻ ചെയ്തോളാം. ഷമീർ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഷമീർ വെയിറ്റ്. അമലിന്റെ മോളിലെടുക്ക്. ഹദീസ് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു. ഒരു അര സെക്കൻഡ് കൂടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അമൽ പൊയ്ക്കോളാന്ന് പറഞ്ഞു. എടുത്ത് അത് ഞാൻ പിന്നെ ആൻസർ പറഞ്ഞ് തീർക്കാണ്. നാളെ ഇത് വീഡിയോ ആക്കണം. അത്രേ ഉള്ളൂ. അമലിനെ എടുക്കും. അമലിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ അല്ല അമലും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമലിന്റെ കൂടെ പെർമിഷനിൽ ഞാൻ കണ്ടിന്യൂ നിർത്തും. പിന്നെ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അമലിനെ വിളിപ്പിക്കുന്നത്. സംസാരിച്ചോ? ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല ഓക്കെ. അമലും പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ അമലിന്റെ ഹദീസ് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇതോടെ നിൽക്കും. പിന്നെ ഷമീറും പിന്നെ ചോദിക്കുന്നെങ്കിൽ വേറെ അവസരത്തിൽ ചോദിക്കുക, വേറെ ദിവസം നമ്മൾ വരുന്ന സമയത്ത് ചോദിക്കുക. അത്രേ ഉള്ളൂ. അപ്പം ഇപ്പൊ ഈ പറഞ്ഞതിനെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞേക്കാം. അപ്പം ഇദ്ദേഹം അമൽ പറഞ്ഞ അബനുൽ മുസ്തലിഖിന്റെ കാര്യത്തിൽ തന്നെ പറയാം. അപ്പം ഒരു ഹദീസ് കോട്ട് ചെയ്തിട്ട് പറയുന്നു, അതിനകത്ത് അവര് അൺഅവെയറായിരുന്ന സമയത്താണ്, പശുവിന് വെള്ളം കൊടുത്തിരുന്ന സമയത്താണ് ഇത് ആക്രമിച്ചെന്നുള്ളത്. നോർമലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹദീസിൽ ഫുൾ സംഭവം വരില്ല. അതിനകത്ത് ഒരു ചെറിയ പോർഷൻ മാത്രമേ ഒരു ഹദീസിൽ കാണൂ. അത് മാത്രം എടുത്തിട്ട് നമുക്ക് ഒരു ഡിസിഷനിൽ വരാൻ പാടില്ല. അതിന് ചുറ്റുപറ്റിയുള്ള എല്ലാ ഹിസ്റ്ററിയും എല്ലാം നോക്കി എന്താണ് ബനു മുസ്തലിഖ് സംഭവം, എന്താണ് അതിന്റെ ഹിസ്റ്ററി നടന്നത്, അതിന് മുമ്പ് നടന്നത് എന്താ, അതിന് പിമ്പ് നടന്നത് എന്താ നോക്കിയിട്ട് വേണം ജഡ്ജ്മെന്റ് എടുക്കാൻ. അമൽ പറഞ്ഞത് ആ ലാസ്റ്റ് സംഭവം മാത്രമാണ്. അതിന് മുമ്പുള്ള സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളത് സീറയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നേരത്തെ വന്നതും അവർ അണ്ണവറാന്ന് പറഞ്ഞാൽ ഇവർ ഈ മുസ്ലിം സൈഡിൽ നിന്ന് ഒരു പ്രതീക്ഷയില്ലാതിരിക്കുന്ന സമയമായിരുന്നു. ഇവർ തയ്യാറായിരിക്കുകയാണ്. ആക്ച്വലി ഒരാളിനെ വിട്ടിട്ട് അവർ ഡിലേ ചെയ്യിക്കുകയാണ്. ബനു മുസ്തലിഖ് ആക്ച്വലി ആക്രമിക്കാൻ റെഡിയായിരിക്കുന്ന ബനു മുസ്തലിഖിനെ പ്രവാചകൻ ഒരു സ്പൈ അയച്ചു, അവരുടെ ആളായിട്ട്. ഇത് ടെക്നിക്കൽ ടേംസിൽ ഡീംഡ് സ്പൈ എന്ന് പറയും. ഇവിടുത്തെ സ്പൈ പോയിട്ട് അവിടുത്തെ സ്പൈ ആയിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 5 ടൈപ്പ് സ്പൈ ആണ് സാറിന് പറയുന്നത് മിലിറ്ററി മാനുവൽസിൽ. അതിലൊരു ഡീംഡ് സ്പൈ എന്ന് പറയും. അവരാളായിട്ട് ആക്ട് ചെയ്യുക, അവരാളായിട്ട് ആക്ട്. ഇതെല്ലാം വാർ ടാക്ടിക്സിലുള്ളതാണ്. ഇത് ഇസ്ലാം ചെയ്യുമ്പോൾ മാത്രം ഭയങ്കര വിമർശനവും അത് പൊള്ളയും. അത് എങ്ങനെ മൈൻഡ് സെറ്റ് ആക്കി വിടുന്നോ എന്തോ. ഇങ്ങനെ വെറുതെ ആ ഒരു തലയ്ക്കകത്ത് എന്ത് ചെയ്തിട്ടാണോ എന്തോ ഇസ്ലാം ഇങ്ങനെ അവർ തെറ്റി. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇവർക്ക് നാളെ ആൻസർ ചെയ്യും എന്നറിയാം. സത്യത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാർ നാളെ ഇതെല്ലാം ആൻസർ ആണല്ലോ. അത് ഒരു പ്രവാചകന്റെ ഹദീസാണ്. ഒരാളുടെ റൈറ്റ്സിനെ, ഒരു ഹക്കിനെ, അവന്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിനും എതിരെ ഇടയ്ക്ക് ഒരു മറയും കാണില്ല എന്നുള്ളത്. ഇപ്പൊ എന്നെ എന്തെങ്കിലും നിസാറോ പറഞ്ഞ് എനിക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത സ്റ്റേജ് ആയിരിക്കുന്നത്. അപ്പൊ ഞാൻ അള്ളാഹുവിനോട് കൈ എന്തിയാൽ അതിന് ആരായാലും, അത് മുസ്ലിം ടു മുസ്ലിം ആണെങ്കിലും മുസ്ലിം ടു നോൺ മുസ്ലിം ആണെങ്കിലും ശരി, രണ്ടും അള്ളാഹുവിന്റെ പടയപ്പാണ്. അപ്പൊ ഒരാളുടെ റൈറ്റ്സിൽ കൈ വെച്ച് കഴിഞ്ഞാൽ അത് അള്ളാഹുവിനോട് അത് ചോദിച്ചാൽ അത് അപ്പോഴേ ആൻസർ ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ഒരു മതത്തിൽ നിന്നിട്ട് ഇങ്ങനെ വർഷങ്ങളോളം ഇരുന്ന് തെറ്റിദ്ധരിപ്പിക്കുക, ഒരു ലൈസൻസും ഇല്ലാതെ മോശമായിട്ട് നല്ല ആൾക്കാരെ ചിത്രീകരിക്കുക, ഇതൊക്കെ എവിടെ കൊണ്ടുപോയി പാവങ്ങൾ തീർക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇതാവുന്നുള്ളത് നമുക്കറിയാൻ വയ്യ. ഓക്കെ, സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഇത് കാണേണ്ടത്. ബനു മുസ്ലിഖിന്റെ പഴയ സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ അവരെ നിർത്തി ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്ത സ്ഥിതിയിൽ നിർത്തിക്കൊണ്ട് ഇവർ അങ്ങോട്ട് ആക്രമിക്കുകയാണ്. അവർ അന്നവർ തന്നെയാണ്, അവർ അറിഞ്ഞില്ല ഇവർ വരും എന്നുള്ളത്. ഇതൊക്കെ റാർ ടാക്ടിക്സിലാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു യുദ്ധം, ഒരു ശത്രു രാജ്യം നമ്മളെ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അവനെ തടഞ്ഞു നിർത്തി അവനെ ആക്രമിച്ച് നമ്മളെ ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളത് ധർമ്മമാണത്. അതെല്ലാം അഗ്രഗണ്യനായിരുന്നു പ്രവാചകൻ അതിനകത്ത്. ഇവർ പറയുന്ന നമുക്ക് ഒരു പിക്ചർ അല്ല പ്രവാചകൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്പർ 1 അഡ്മിനിസ്ട്രേറ്റർ, നമ്പർ 1 ചക്രവർത്തി വാർ ടാക്ടിക്സിലും ഇത്ര ശത്രുക്കളുടെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല മദീന. ശരി. അപ്പൊ അതാണ് ബനു മുസ്തലിഖ്. നിങ്ങൾ പൊതുവെ റൂൾ എടുത്ത് നോക്കിയാൽ ഏത് ഹദീസിലും ഒരു ബിറ്റ് ഇനി 300 ഹദീസ് ഉണ്ട്, 1000 ഹദീസ് ഉണ്ടെന്ന് മാമലും ഉണ്ടെന്ന്. ഏത് ഹദീസ് ഉണ്ടെന്നാലും ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിനകത്തും ഉത്തരത്തിനകത്ത് പറയാനേ ഉള്ളൂ. എത്ര ഹദീസ് ഉണ്ടെന്നാലും ഇതിനകത്ത് നിൽക്കും. ജനറൽ ആയിട്ടുള്ള എന്താണ് വാർ ക്യാപിറ്റൽ സിസ്റ്റം, ഇസ്ലാമിന്റെ റൂൾ എന്താണെന്നുള്ളത് ഏത് ഹദീസ് വന്നാലും അതിന്റെ ആൻസർ. ഇനി സ്ത്രീകളുടെ കാര്യത്തിൽ കൂടെ മാത്രം പറഞ്ഞിട്ട് നിർത്താം. വാർ ക്യാപിറ്റൽസിനകത്ത് ആണുങ്ങൾക്കും സ്ത്രീകൾക്കും ഉള്ള ആ റൂളിൽ എല്ലാം കോമൺ ആണ് ഇതുവരെ പറഞ്ഞതിനകത്ത്. പിന്നെ പൊതുവെ ഇനി സ്ത്രീകൾക്ക് മാത്രമായിട്ട് റൂൾ എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളെ ഇതേപോലെ ഒരു യജമാന്റെ അടുത്താണ് ഏൽപ്പിക്കുക.
ഇവിടെ ഒരു പ്രശ്നം എന്താ വരാന്ന് വെച്ചാൽ, നോർമലി നിങ്ങൾ നോക്കുക, ഏത് യുദ്ധം നടന്നാലും ഇത് നടന്നാലും മാസ് റേപ്പ് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. സ്ത്രീകൾ ഇനി അർമേനിയ, റഷ്യൻ യുദ്ധമാണെങ്കിലും ശരി, വലിയ വലിയ ലോകമഹാ യുദ്ധമാണെങ്കിലും ശരി, ആ യുദ്ധം കഴിഞ്ഞിട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ കൂടുന്നതായിട്ട് കാണാം. ബോർഡ് വെച്ചിരിക്കുന്ന കഥകളൊക്കെ കാണാം. ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ ഒരിടത്തും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവം മാസ് റേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് പ്രോസ്റ്റിറ്റ്യൂഷൻ അവിടെ പെരുകിയതായിട്ട് കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഈബിൽസ് ഒന്നും കാണാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആ പിടിക്കപ്പെടുന്ന സ്ത്രീ ആ ഒരാൾക്ക് കൊടുക്കും, ഒരാൾക്കുടെ അടിമയിൽ കൊടുക്കുമ്പോഴത്തേക്ക് അത് ആ സ്ത്രീ വീട്ടിൽ തന്നെയാണ് താമസിക്കേണ്ടത്. ആ യജമാന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് അവിടെ റൂളൊന്നും പറയാൻ പറ്റില്ല. തോന്നി തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം വെച്ചാൽ അയാളുടെ കൺട്രോളിലാണുള്ളത്. അതുപോലെ അവരുടെ രക്ഷകർത്താക്കൾ അവിടെ ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവിടെ തെറ്റെന്നുള്ള രീതിയിൽ അവിടെ നടക്കും, മനുഷ്യൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭാര്യയുടെ സ്റ്റാറ്റസിൽ അവിടെ ആ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആളിൽ നിന്ന് രക്ഷിക്കാം. അവിടെ വ്യഭിചാരം വരില്ല, മാസ് റേപ്പ് നടത്തില്ല, ഗാങ് റേപ്പ് നടക്കത്തില്ല, മറ്റാൾക്കാരെ സമീപിക്കത്തില്ല. അത് ആ സ്ത്രീ അവിടെ തന്നെ കാണും. ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ വല്ലതെന്നുള്ള രീതിയിൽ പറഞ്ഞു തീർക്കട്ടെ. അപ്പം അതിനകത്തൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ സ്റ്റാറ്റസ് മാറി മുമ്പിൽ വല്ലെന്നുള്ളത്. പിന്നെ അവർ ആ സ്ത്രീ ട്രാൻസ്ഫർ ആവാൻ പാടില്ല, വെക്കാനും പാടില്ല. അടിമ എന്നുള്ള ആ സ്റ്റേറ്റിൽ മാറിയിട്ട് ആ യജമാന്റെ കുട്ടിയുടെ മാതാവ് എന്നുള്ള ട്രീറ്റ്മെന്റിൽ അവൻ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആവുകയും ചെയ്യും. ഇതാണ് എന്തുകൊണ്ടാണെന്നാൽ ഈ രണ്ട് സോഷ്യൽ ഈവിള് ഇല്ലാതെ കൺസെന്റ് അടിമയായി കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് കൺസെന്റ്, അതായത് ഞാൻ പറഞ്ഞില്ല, മറ്റേ കൺസെന്റ് ഉണ്ടോ, ജോലിയായിരിക്കാൻ കൺസെന്റ് ഉണ്ടോ? ഇല്ല. അടിമയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് വൺസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ആ യജമാൻ ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. പക്ഷെ സ്വാതന്ത്ര്യം കാണത്തില്ല, സ്വത്തിൽ അധികാരം കാണത്തില്ല. വരണമെങ്കിൽ ഈ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഫ്രീ ആവുകയും ചെയ്യും. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. ഇതിൻ്റെ അകത്തുള്ള ഈ പ്രാക്ടിക്കലായിട്ട് ഇതേ പറ്റത്തുള്ളൂ. ഒരാളുടെ വീട്ടിൽ നിർത്തുമ്പോഴത്തേക്ക് ഈ ഇങ്ങനെ റൂൾ വെച്ചില്ലെങ്കിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. വന്ന് ഒരാളിനോട് അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് അത് പ്രോസ്റ്റിറ്റ്യൂഷൻ ആവും, ഗാങ് റേപ്പായി മാറും, വേറെ പല രീതി. അതൊന്നും ഇസ്ലാമിൽ നടക്കാതെ ആ സ്ത്രീക്ക് കൊടുക്കാവുന്ന, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇവരൊന്നും കെയർ ചെയ്യാതെ അവിടെ വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷനായി. അവിടെ വേറെ എന്നുവെച്ചാൽ അവർ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ റിലേറ്റീവ്സ് എല്ലാം എന്തായാലും യുദ്ധത്തിൽ മരിക്കപ്പെടുന്നു. ചിലവരുടെ കാണും, ചിലവരുടെ കാണത്തില്ല. അപ്പോൾ അവരെല്ലാം നോക്കാൻ ആളില്ലാതെ വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ തിന്മകൾ കൂടും, പ്രോസ്റ്റിറ്റ്യൂഷൻ കൂടും, മറ്റാൾക്കാർ വരും, ഒരു ചന്ത പോലെ നടക്കും. അതില്ലാതെ ഒരാളായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഈ പ്രോബ്ലങ്ങളെല്ലാം സോൾവ് ആയി. അതിന് വേണ്ടിയിട്ടാണ് ഈ ബലങ്ങൾ കൊടുത്ത സ്ത്രീകളുമായിട്ട് യജമാന് ബന്ധപ്പെടാന്നുള്ള റൂള് ഇസ്ലാം കൊണ്ടുവന്നത്. ഓക്കെ, റീപ്ലേ പോകുന്നതിന് മുമ്പ് നിർത്തുക. അതിന് ബാക്കിയുള്ള ഷമീർ നമുക്ക് പിന്നെ രാത്രി ഒരുപാട് താമസിക്കും. റീപ്ലേ ഓഫ്